നിങ്ങൾക്ക് എൻ്റെ മുഖത്തൊരു ക്ഷീണം കാണുന്നുണ്ടോ? അല്ലേലും ഉള്ളതാ, എന്നാലും കുഴപ്പമില്ല. എന്നാലും ഇന്ന് ഇച്ചിരി കൂടുതലാണെന്ന് തോന്നുന്നു. കാരണം ഉറങ്ങിയിട്ടില്ല മര്യാദയ്ക്ക്. ഉം, ഇന്നലെ ഉച്ച മുതൽ ഇരിക്കാൻ തുടങ്ങിയതാ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഇന്നലെ ഇരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുളിക്കാൻ പോകുന്ന സമയത്താണ് കൂടുതൽ ഐഡിയകൾ വരുന്നത്. സാധാരണ എല്ലാവർക്കും അങ്ങനെയാണെന്ന് തോന്നുന്നു. കാരണം മൈൻഡ് ഫ്രീ ആയി നിൽക്കുന്നു. ഒരുപാട് ചിന്തിക്കാനുള്ള സമയമൊക്കെ കിട്ടുന്ന സമയമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയ സ്ട്രൈക്ക് ചെയ്തപ്പോൾ പെട്ടെന്ന് എഴുതിയിട്ടു. എഴുതിയിട്ടൊരു എന്താ പറയുക, ഒരു 1-2 പോയിന്റ് ഞാൻ അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ട് പോയതാണ്. പിന്നെ ഫുഡ് കഴിക്കുന്ന സമയത്ത് വീണ്ടും ഐഡിയ സ്ട്രൈക്ക് ചെയ്തു. നിസ്കരിക്കാൻ പോയപ്പോൾ സ്ട്രൈക്ക് ചെയ്തു. അങ്ങനെ കൊണ്ടുവന്ന കുറേ കാര്യങ്ങൾ എഴുതി വെച്ചു. ആ എഴുതി വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു കംപ്ലീറ്റ് സൊല്യൂഷൻ ആയി എന്ന് എനിക്ക് തോന്നിയത് അപ്പോഴായിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് എന്ത് ചെയ്തു, ഫസ്റ്റ് ലൈൻ ഓഫ് കോഡ് എഴുതാനിരുന്നതാണ്. പിന്നെ ഞാൻ എണീക്കുന്നത് ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത് 1 മണിക്കൂർ മുമ്പാണ്. ഞാൻ ഇപ്പോഴാണ് ഭക്ഷണം കഴിച്ചത്. ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിച്ച ഇപ്പോഴാണ്. രാവിലെ തന്നെ എണീക്കുന്നത് ഭയങ്കര 1:30 കണ്ടാണ്. ഇന്നലെ അതിൻ്റെ ഒരു ടൈം ലൈൻ പറയുകയാണെങ്കിൽ ഇന്നലെ ഉച്ചയ്ക്ക് ഇരുന്നു. അങ്ങനെ ഇരുന്നു. അതിൻ്റെ പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ വലിയ വർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് പാരലി പോയി. അങ്ങനെ വർക്ക് തുടങ്ങിയതിന് ശേഷം എന്താ പറയുക, പിന്നെ അങ്ങനെ ഇരുന്നാൽ പിന്നെ ഭക്ഷണം കഴിക്കാൻ മാത്രമാണ് ഇവിടെ നിന്നിട്ടുള്ളത്. അപ്പം എൻ്റെ കാല് തണുത്ത്, ഇവിടെ നല്ല റൂമിൽ നല്ല തണുപ്പായി. അപ്പോൾ തണുത്തിട്ട് പോയിന്ന് സോക്സ് ഇടാൻ വേണ്ടിയിട്ട് അപ്പുറത്തോട്ട് പോയാൽ മതി. പക്ഷേ ഓരോ പൈപ്പ് ലൈൻ റൺ ചെയ്യുന്ന സമയത്ത് ഇത് എക്സിക്യൂട്ട് ആവട്ടെ എന്ന് ഭയങ്കര നോക്കിയിരിക്കും. അതേപോലെ വെള്ളം കുടിക്കാൻ വേണ്ടി ഞാൻ 3 മണിക്കൂർ വെള്ളം ദാഹിച്ചിട്ടാണോ കുപ്പിയുണ്ട്, അപ്പുറത്ത് പോയി എടുത്താൽ മതി. അപ്പം ഈ പറഞ്ഞ ഓരോ പൈപ്പ് ലൈൻ എക്സിക്യൂഷൻ ഇട്ടിട്ടായിരിക്കും പോകുന്നത്. അപ്പം ഞാൻ പോകുന്നതിന് മുമ്പ് തന്നെ അത് ഫെയിലാവും. ആ ഫെയിലാവുന്ന സമയത്ത് വീണ്ടും വന്ന് അത് ഫിക്സ് ചെയ്യും. അന്നേരം വീണ്ടും ഇങ്ങനെ ഇരുന്ന് അങ്ങനെ 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ വെള്ളം കുടിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ശേഷം അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ഞാൻ ഇവിടുന്ന് ഇതിനകത്ത് എണീറ്റ് പോകുന്നത് ഞാൻ രാവിലെ 8:30-ക്കാണ്. അതായത് ഇന്നലെ ഉച്ചയ്ക്ക് 12:30-ക്ക് ഇരുന്നു. ഭക്ഷണം കഴിക്കാൻ മാത്രം ബ്രേക്ക് എടുത്തു. അതിന് ശേഷം 8 മണിക്ക് എണീറ്റ് പോയി. എൻ്റെ കൂടെയുള്ള കൊളീഗ് എന്നെ ബാക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം രാവിലെ മെസ്സേജ് പറഞ്ഞു കുഴപ്പമില്ലയെന്ന് പറഞ്ഞു. അപ്പം കുറച്ച് നേരം കിടന്നുറങ്ങി. അതിന് ശേഷം ഞാൻ പിന്നെ വർക്കിലേക്ക് ജോയിൻ ചെയ്യുന്നത് 1 മണിക്കാണ് ഉച്ചയ്ക്ക്. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് വർക്ക് ചെയ്തെന്ന് വെച്ചാൽ 1-2 മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഒരു 3-4 മണിയായപ്പോൾ കഴിഞ്ഞു. അതിന് ശേഷം വീണ്ടും ഇരുന്ന് പിന്നെ ഇപ്പം ഇവിടുത്തെ സമയം ഇപ്പോൾ 8 മണിയായി. ഒരു 7:15 ഇവിടുത്തെ പണി തീർന്നു. എന്ന് വെച്ചാൽ എൻ്റെ കഴിഞ്ഞിട്ടൊന്നുമില്ല, 90% ഓട്ടോമേഷനായി, 90% കഴിഞ്ഞു, ഡിപ്ലോയിഡായി. എന്ന് വെച്ചാൽ എനിക്ക് ഫസ്റ്റ് ലെവൽ എന്ന് വെച്ചാൽ ആശ്വസിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. സോ അപ്പോൾ ഇതിൻ്റെ ജേർണി എങ്ങനെയാണ് തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഐഡിയയും കൊണ്ട് ഈ ഒരു ഡിപ്ലോയ്മെൻറ്റ് ഐഡിയയും കൊണ്ട് ഇങ്ങനെ നടക്കാൻ തുടങ്ങുമ്പോൾ എത്ര നാളെന്നറിയോ, ഏകദേശം 1 വർഷത്തിന് മേലായി. പക്ഷേ ഒരു പ്രോപ്പർ സൊല്യൂഷനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുമാത്രമല്ല, ഇതെങ്ങനെയാണ് മറ്റൊരിടത്ത് പറഞ്ഞു കൊടുക്കുക, അതെനിക്ക് അറിയത്തില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ലായിരുന്നു. അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയാത്തത് എൻ്റെ മനസ്സിലുണ്ട് ഇങ്ങനൊരു സാധനമാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇതെങ്ങനെയാണ് ഓരോ ടെക്നിക്കലി അല്ലെങ്കിൽ ആരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കണ്ടേ, ചില ആൾക്കാർക്കൊന്നും മനസ്സിലായിട്ടില്ല. അത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ജർമ്മൻ കൊളീഗ് ഉണ്ടായിരുന്നു. ആൾ ടെക്നിക്കലി നല്ല ഏബിൾഡ് ആണ്. എന്ന് വെച്ചാൽ ഒരു ലിനക്സ് അഡ്മിനിസ്ട്രേഷൻ പ്ലാറ്റ്ഫോമിൽ തുടങ്ങിയതാണ്. ആ ലിനക്സ് അഡ്മിനിസ്ട്രേഷൻ ഭയങ്കര പുലിയാണ്. അപ്പോൾ അയാൾ വരാൻ വേണ്ടിയിട്ട് ഞാൻ 2 ആഴ്ച കാത്തു നിന്നിട്ടാണ് പ്രോജക്റ്റ് അയാളുടെ ഞാൻ പ്രസൻറ്റ് ചെയ്തത്. അപ്പോൾ അയാൾ പറഞ്ഞു ഇത് വിജയിക്കത്തൊന്നുമില്ല, ഇത് ഓൾറെഡി സൊല്യൂഷൻസ് ഉള്ളതല്ലേ, പിന്നെ എന്തിനാണ് അതിനകത്ത് വീണ്ടും വർക്ക് ചെയ്യുന്നത്, മണ്ടത്തരം കാണിക്കണ്ട, റീഇൻവെൻറ്റ് ദ വീലാണെന്ന് പറഞ്ഞ് തളർത്തി. അങ്ങനെ ഞാനത് ഡ്രോപ്പ് ചെയ്ത് പിന്നെ അയാളോട് ഞാൻ സംസാരിച്ചാലേ പോയിട്ടില്ല, ഈ പറഞ്ഞ കാര്യം സംസാരിക്കാനേ പോയിട്ടില്ല. അതിനുശേഷം ഞാനൊരു മൊറോക്കോക്കാരനുണ്ടായിരുന്നു, യൂട്യൂബിലുണ്ടായി. നമ്മളെ കണക്ഷൻസ് ഒന്നും വെറുതെ ലോക്കൽസ് ഒന്നും അല്ല കേട്ടോ. നമ്മൾക്ക് ഇപ്പം മുഹമ്മദ് ലാബാദ് ഞാൻ എൻ്റെ കാണിച്ചു തരാം. മുഹമ്മദ് ലാബാദ് എന്ന് തോന്നുന്നു അല്ലേ, ലാവന്ത്, മുഹമ്മദ് ലാവന്ത്. അത് 30K സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു യൂട്യൂബ് ചാനലാണ്. അദ്ദേഹം ASP.NET-ലൊക്കെ വർക്ക് ചെയ്യുന്നത്, എന്ന് വെച്ചാൽ ഡെവോപ്സ് എഞ്ചിനീയർ തന്നെയാണ്. അപ്പം ആളുമായിട്ട് ഡിസ്കസ് ചെയ്തു. ആളുമായിട്ട് ഞാൻ 1 മണിക്കൂർ ഡിസ്കസ് ചെയ്തു. ആളുടെ പേയ്മെൻറ്റ് ഞാനിങ്ങനെ ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ $30 പെർ അവർ കൊടുക്കാമെന്ന് വെച്ചിരുന്നപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു 30 അല്ല, അയാളുടെ പെർ അവർ $60 പെർ അവറാന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ 1 മണിക്കൂറിന് 6000 രൂപ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഞാനത് എഗ്രി ചെയ്തു കേട്ടോ. ഞാൻ എൻ്റെ പ്രോജക്റ്റ് പ്രസൻറ്റ് ചെയ്തപ്പോൾ എനിക്ക് അയാൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ പറ്റില്ല. കുറേയൊക്കെ ഇൻകംപ്ലീറ്റ് ആയിരുന്നു. പിന്നെ അയാൾ തന്നെ പറഞ്ഞു നമുക്ക് വേറെ സെഷൻ ഇരിക്കാമെന്ന് പറഞ്ഞ് പോയി. അതിനുശേഷം പിന്നെ അതുമായിട്ട് സാമ്യം പെടുന്നത് ഞാൻ വേറൊരു ടൂൾ ഞാൻ കണ്ടു.
അപ്പോൾ ടൂൾ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞ് ഞാൻ ലിങ്ക് അയച്ചു കൊടുത്തു. അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് തോന്നി അങ്ങനെ ആയിരിക്കുമെന്ന്, പക്ഷേ നമുക്ക് പിന്നീട് ഒരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ എന്ന് വെച്ചാൽ ഓൾറെഡി മാർക്കറ്റിൽ ഒരു സാധനം അവൈലബിൾ ആണ്, ആ സാധനം എന്തിനാണ് വീണ്ടും ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനത് ഡ്രോപ്പ് ചെയ്തു. ആ ഇൻട്രസ്റ്റ് പിന്നെയും പോയി. വീണ്ടും ഇൻട്രസ്റ്റ് തിരിച്ചു വന്നതാണ്ട് ഈ പറഞ്ഞ തലേന്നല്ല, കുറേ നാൾ 1, 2 ഇതിൻ്റെ 3ാമത്തെ വർഷമാണ് അതിൻ്റെ ആർക്കിടെക്ചർ. ഒരു വർഷം ഉണ്ടാക്കിയപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതാണ് ഞാൻ ഇവരെ പ്രസൻറ്റ് ചെയ്തത്. 2ാമത്തെ വേർഷൻ കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആക്കാൻ നോക്കി. പക്ഷേ എപ്പോഴും ഞാൻ വിചാരിച്ചത് എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് എനിക്ക് നല്ലൊരു ഡെവോപ്സ് എഞ്ചിനീയറെ ഹയർ ചെയ്യേണ്ടി വരും. അത് എത്ര പേയ്മെൻറ്റ് കൊടുത്താലും വേണ്ടില്ല, എനിക്കിത് ഡ്രീമാണ് ഈ പ്രോജക്റ്റ് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനിങ്ങനെ ഡെവോപ്സ് എഞ്ചിനീയറുടെ ഹയറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇങ്ങനെ റിക്വയർമെൻറ്റ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പറഞ്ഞ സ്ട്രൈക്ക് ചെയ്തത്. ഞാൻ തന്നെ ഒന്ന് ചെയ്ത് നോക്കിയപ്പം സംഗതി ഓക്കെ. എന്നുവെച്ചാൽ ആർക്കിടെക്ചറിൽ നോക്കുവാണെങ്കിൽ ഞാൻ ChatGPT ചോദിച്ചപ്പോൾ എനിക്ക് തന്നത് 9.5 ഔട്ട് ഓഫ് 10 ആണ് അതിൻ്റെ ആ ഒരു സെറ്റപ്പിൻ്റെ ഓവറോൾ എന്താ പറയുക റേറ്റിംഗ് എന്നത്. അപ്പം ഞാൻ പിന്നെ ഇപ്പോൾ നോക്കണ്ടല്ലോ, നമുക്കിപ്പോൾ 9.5 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്തിനാണ് വെറുതെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്തു. അതിനകത്ത് ഒരുപാട് എന്ന് വെച്ചാൽ ഡിപ്ലോയ് ചെയ്യുന്ന പറഞ്ഞാലേ, നിങ്ങൾ തുടങ്ങുന്ന ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു തരുവാണ്, കോഡ് എഴുതാൻ വേണ്ടി നിങ്ങൾ വെറുതെ ട്യൂഷൻ സെൻറ്ററിലോ അവിടെ വേണമെന്നും പോയി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കോഡ് എഴുതാൻ ഏത് പൊട്ടനും പറ്റും. നിങ്ങളിപ്പോൾ ChatGPT ഉള്ള സമയമാണ്, ChatGPT DeepSeek ഉള്ള കാലത്ത് നിങ്ങൾക്ക് കോഡ് എഴുതാൻ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വേണ്ട. പക്ഷേ ആ കോഡിനെ മനസ്സിലാക്കാനും കോഡിനകത്തുള്ള ട്രബിൾ ഷൂട്ട് ചെയ്യാനുമാണ് വളരെ പ്രശ്നം. കാരണം നിങ്ങൾക്ക് അറിയാലോ, സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന ആൾക്കാരെന്ന് വെച്ചാൽ സംവിധായകനാണ് ഏറ്റവും അവസാനം പേരെഴുതി കാണിക്കുന്നത്. എന്തുകൊണ്ടാണ്? മറ്റുള്ളപ്പോൾ എല്ലാവരും ചോദിക്കും മറ്റുള്ളവരെന്താ പണിയെടുക്കുന്നില്ലെന്ന് ചോദിക്കും. പക്ഷേ സംവിധായകനാണ് ആ സിനിമ എങ്ങോട്ടാണ് ഡയറക്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ലോജിക്ക് കംപ്ലീറ്റ് അറിയുന്ന ഡയറക്ടർക്കാണ് അല്ലേ. മറ്റുള്ളവർ സാധാരണ ഇപ്പോൾ ലൈറ്റ് ബോയ് ആണ്, ലൈറ്റ് അടിച്ച് കൊടുത്തിട്ട് പോയി, അയാൾക്ക് എന്തറിയാം? അയാൾക്ക് ആ സിനിമയുടെ എന്ത് ഭാഗം മനസ്സിലായിട്ടുണ്ടാവുക? എന്നുവെച്ചാൽ ആസ് എ കംപ്ലീറ്റ് പ്രോഡക്റ്റ് മറ്റുള്ളവർ ചെയ്യുന്ന പണി ഒന്നും അല്ല എന്നല്ല ഞാൻ പറയുന്നത്. ആസ് എ ഒരാൾ ചെയ്യുന്ന ഒരു പണി ഒരു ഒരു മൊഡ്യൂൾ മാത്രമാണെങ്കിൽ ആ മൊഡ്യൂളിൻ്റെ മുഴുവൻ കമ്പൈലേഷൻ അല്ലെങ്കിൽ മൊത്തം ഇൻറ്റഗ്രേഷനാണ് ഈ പറഞ്ഞ ഡയറക്ടറിലേക്ക് എത്തുമ്പോൾ. എന്ന് പറഞ്ഞതുപോലെയാണ് നിങ്ങൾ കോഡ് എഴുതാനൊക്കെ ആർക്കും പറ്റും. കോഡ് എന്ന സ്നിപ്പറ്റ്സ് എഴുതാൻ ഇപ്പം എല്ലാവർക്കും പറ്റുന്ന സാധനം തന്നെയാണ്. പക്ഷേ എന്തിന് നിങ്ങൾ കോഡ് എഴുതണം? അതെങ്ങനെ കണക്ട് ചെയ്യണം? അതിനകത്ത് ലോജിക്ക് ഇപ്പോൾ നമുക്കറിയാം. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലോജിക്ക് നിങ്ങൾക്ക് അറിയാം, വാട്സപ്പിൻ്റെ ലോജിക്ക് അറിയാം, പിന്നെ അതേപോലെ എന്തൊക്കെയുണ്ടോ നിങ്ങൾക്ക് മാർക്കറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് അതെല്ലാം നിങ്ങൾക്ക് അറിയാം. പക്ഷേ എന്തുകൊണ്ട് വീണ്ടും അതുപോലൊരു സൊല്യൂഷൻ എന്തുകൊണ്ട് മാർക്കറ്റിലേക്ക് തിരിച്ചു വരുന്നില്ല, അല്ലെങ്കിൽ അത് സക്സസ് ആവുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ലോജിക്കിന് അത്രയും സ്ട്രെങ്ത് ഇല്ലാത്തതുകൊണ്ടാണ്. മനസ്സിലായോ? അപ്പം ഇൻസ്റ്റാഗ്രാമിൻ്റെ ലോജിക്ക് നിങ്ങൾക്ക് അൽഗരിതം അങ്ങനെ വർക്ക് ചെയ്തു ഇങ്ങനെ വർക്ക് ചെയ്തു എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. പക്ഷേ അൽഗരിതം ഉണ്ടാക്കിയ ആളുടെ തലയിലൂടെ പോയിട്ടല്ലേ നിങ്ങൾ മനസ്സിലാക്കിയത്. അപ്പോൾ അതിൻ്റെ ഐഡിയ സ്ട്രൈക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഫേസ്ബുക്ക് എന്തുകൊണ്ട് ഹിറ്റ് ആവുന്നില്ല, ഇൻസ്റ്റാഗ്രാം എന്തുകൊണ്ട് പോപ്പുലാരിറ്റി വരുന്നു? അത് രണ്ടും ഉണ്ടാക്കുന്നത് പറഞ്ഞ സോ കോൾഡ് ഭയങ്കര പുലികളായിട്ടുള്ള അമേരിക്കൻ എഞ്ചിനീയേഴ്സും അതേപോലെ ബാക്കിയുള്ള ടെക്നോളജിക്കൽ എൻതൂസിയാസ്റ്റും എല്ലാം ഉണ്ടാക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് വീണ്ടും ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റുന്നില്ല? അവിടെയാണ് ഈ പറഞ്ഞ ലോജിക്കും അതേപോലെ എങ്ങനെ സെല്ല് ചെയ്യണം മാർക്കറ്റിങ്ങിലേക്ക് വരുമ്പം അതും ഒരു പ്രശ്നമാണ്. അപ്പം ലോജിക്ക് ബിൽഡ് ചെയ്യാതെ നിങ്ങൾ ഒരിക്കലും കോഡ് എഴുതാൻ ഇരിക്കരുത്. ഞാൻ എൻ്റെ ഹമ്പിൾ റെക്കമെൻഡേഷനാണ്, അതൊരിക്കലും ചെയ്യരുത്. കാരണം നിങ്ങൾ എന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ കൂടെ ഒരു ഡെവലപ്പർ ഉണ്ടായിരുന്നു. ആ ഡെവലപ്പർ PHPയിലായിരുന്നു, ലറാവലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഡെവലപ്പർക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നുണ്ടായിരുന്നു. വെച്ചാൽ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കണമെന്നോ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുകൂടെ വർക്ക് ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇതേപോലെ കൊളാബ് ചെയ്യാൻ താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അത്രയും ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണെന്ന് വെച്ചാൽ അങ്ങനെ എനിക്ക് ഒരു ടീം എന്നുവെച്ചാൽ പാർട്ട്ണർഷിപ്പിൽ പോകാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആൾ പറഞ്ഞത് ജീര എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ജീര എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ടാസ്ക് മാനേജ്മെൻറ്റും പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ടൂളാണ്. ആ ടൂള് ആൾ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ POC ഉണ്ടോ, അതിൻ്റെ ആർക്കിടെക്ചർ ഡയഗ്രാം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അതൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് മാനേജറെ കൺസൾട്ട് ചെയ്തായിരുന്നോ? അതും ചെയ്തിട്ടില്ല. അപ്പോൾ എന്താ ഉണ്ടാക്കുന്നത്? അത് നമ്മൾ സാധാരണ ജീര കണ്ടതല്ലേ, അപ്പോൾ പരിചയം വെച്ചിട്ട് നമുക്ക് ചെയ്യാം, അത് ഈസിയാണെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു എപ്പോഴും ഒരു ടൂൾ ഉപയോഗിക്കുന്ന ആളല്ലേ റിവ്യൂ തരേണ്ടത്. അപ്പോൾ പ്രോജക്റ്റ് മാനേജർ പോലും നമ്മുടെ അടുത്ത് ഇല്ലാതെ, നമ്മളൊരു POCക്ക് പോലും ഇരിക്കാതെ, പ്ലാനിങ് ഫേസിൽ ഇരിക്കാതെ നിങ്ങൾ എങ്ങനെയാണ് ടൂൾ ഉണ്ടാക്കുക? അത് ഭയങ്കര, എന്നെ സംബന്ധിച്ച് ഞാൻ പറയല്ലോ, അത് 0 ആണ്. വീണ്ടും നിങ്ങൾ തിരിച്ച് അവിടെ തന്നെ വരും. എപ്പോഴെങ്കിലും കറങ്ങി തിരിഞ്ഞ് വരും. നിങ്ങൾ കുറേ സമയം സ്പെൻഡ് ചെയ്യായിരിക്കും, പ്രശ്നമൊന്നുമില്ല. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ 0ലേക്ക് തന്നെ എത്തുന്നത്. കാരണം പ്ലാനിങ് ഫേസ് എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫേസ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആൾക്കാരെ ഹയർ ചെയ്യാം, ഡെവലപ്പേഴ്സിനെ വിളിച്ചിരുത്തി കോഡ് എഴുതിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ നിങ്ങളുടെ കയ്യിൽ അതിൻ്റെ ലോജിക്ക് ഉണ്ടാവണം.
നിങ്ങൾ എന്താണ് ചെയ്യാൻ അപ്പോൾ സിനിമയുടെ സ്ക്രിപ്റ്റ് കൃത്യമായിട്ട് എഴുതി പ്ലാനിങ് കഴിഞ്ഞ് എത്രമാത്രം ഷെഡ്യൂൾ ഇട്ടതിന് ശേഷമായിരിക്കും സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുക അല്ലേ? അപ്പം എല്ലാ ചാർട്ടും ഉണ്ടാക്കും 50 ദിവസം കൊണ്ട് ഷൂട്ടിംഗ് തുടങ്ങും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സിനിമാ നടന്മാരെ കാണും. അവരടുത്ത് പറയും 50 ദിവസത്തെ ഇതേ ഉള്ളൂ, നിങ്ങൾക്ക് ഇത്ര ചാർട്ടുണ്ട്, നിങ്ങൾക്ക് ഇത്ര ദിവസം ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വരും അല്ലേ? എന്നാലാണ് സിനിമ നടക്കുക. അല്ലാതെ നമ്മളിപ്പം നാളെ എനിക്ക് സിനിമ എടുക്കണമെന്ന് പറഞ്ഞ് നേരെ അങ്ങോട്ട് ചെന്നിട്ട് സിനിമാക്കാരെല്ലാം വിളിച്ചെത്തിയിട്ട് നമ്മൾ നാളെ പറയാമോ ഇന്ന് ശരിയായില്ല, നാളെ അന്ന് അവരെ നീട്ടി പോവാണ്. കൃത്യമായ ചാർട്ടാണ്. എനിക്ക് സിനിമ ഫീൽഡ് ഭയങ്കര ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ അവരുടെ പ്ലാനിങ് വളരെ വളരെ രസമാണ്. വളരെ രസം എന്ന് വെച്ചാൽ അവർ സിനിമ വിജയിക്കുകയോ എന്താ പരാജയപ്പെടുകയോ എന്നുള്ളതല്ല. അവർ ചെയ്ത എഫോർട്ട് ഉണ്ടല്ലോ, അവരെത്ര 50 ദിവസം കൊണ്ടാണെങ്കിൽ 50 ദിവസത്തിന് വേണ്ടി അവർ 50 ദിവസത്തിന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തൊരു പ്ലാനിങ് ഉണ്ടല്ലോ. ഡയറക്ടറോ അല്ലെങ്കിൽ അതിൻ്റെ പ്രഗത്ഭരത്തെ ഒരുപാട് ഉണ്ടാവും. അവരതിലേക്ക് ചാർട്ട് ചെയ്ത ആ ഒരു സമയമുണ്ടല്ലോ, അതാണ് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഡയറക്ടർക്ക് ഭയങ്കര പ്രാധാന്യം വരുന്നത്. എന്ന് വെച്ചാൽ അയാൾ എങ്ങനെയാണോ സിനിമ കാണുന്നത് പോലെ ആയിരിക്കും വിഷ്വലൈസ് ചെയ്യുന്നത്. അതിനനുസരിച്ചായിരിക്കും വളരെ സ്ക്രീൻ പ്ലേയിലേക്ക് മാറ്റം വരുത്തുക എല്ലാം. അതുകൊണ്ടാണ് ഡയറക്ടർക്ക് ഭയങ്കര വാല്യൂ ഉണ്ടാവുക. എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് പ്ലാനിങ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ വെറും സീറോ, ഞാൻ എന്തോ പറയാൻ വന്നായിരുന്നു മറന്നുപോയി, സീറോയിലേക്ക് തന്നെ എത്തുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ആൾ തുടങ്ങിയിട്ടൊന്നും ഉണ്ടാവത്തില്ല, തുടങ്ങാനും പറ്റത്തില്ല. അങ്ങനെ ഒരു ആർക്കിടെക്ചറൽ ഡയഗ്രാം ഒന്നും ഇല്ലാതെ ഒരു സാധനം പിന്നെ ചുമ്മാ ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ UI കാണുന്നൊന്നുമല്ല, എൻ്റെ പുറകിൽ ഒരുപാട് സാധനങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തോ ഒരു കാര്യം പറയാൻ വന്നേ, ഞാൻ എന്തോ ഒരു റിലേറ്റ് ചെയ്യാൻ പറ്റിയ, പക്ഷേ മറന്നുപോയി. അങ്ങനെ എൻ്റെ ഈ പറഞ്ഞ കോഡിങ് ജേർണിയിൽ ഇപ്പോൾ ഞാൻ ആരോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഒരു വർഷം മുമ്പ് ഒരാളുമായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു ഈ പറഞ്ഞ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ച്. പക്ഷേ അന്ന് അയാൾ പറഞ്ഞ ആ ഒരു എന്താ പറയുക എക്സൈറ്റ്മെൻ്റ് ഒന്നും പിന്നെ രണ്ടാമത്തെ ദിവസം നമ്മൾ മെൻ്റൽ മാസ്റ്റർബേഷൻ എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നിരുന്ന് ചിന്തിക്കും, അതുപോലെ നാളെ രാവിലെ ആകുമ്പോൾ അങ്ങ് പോകും, വൈകുന്നേരം വീണ്ടും ചിന്തിക്കും, രാവിലെ ആകുമ്പോൾ പോകും. എന്ന് വെച്ചാൽ കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ആ ഒരു അഡ്രിനാലിൻ്റെ എക്സൈറ്റ്മെൻറ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ വിചാരിക്കും ഇതെങ്ങനെ കൊണ്ടുപോകും, എനിക്ക് കഴിവില്ലല്ലോ, എന്നെക്കൊണ്ട് പറ്റില്ല, പൈസ അല്ല ഇവിടെ പ്രശ്നം, ഐഡിയയാണ് പ്രശ്നം. പൈസ അതിപ്പോൾ ഒന്നും ഇല്ലല്ലോ, അപ്പോൾ ഞാൻ പിന്നെ ആരും ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങ് താഴും. പിന്നെ വിചാരിക്കും 9 to 5 ജോലി തന്നെയാണ്. അതുകൊണ്ടാണ് എല്ലാവരും 9 to 5 വർക്കിലേക്ക് വീണ്ടും ഇറങ്ങുന്നതിൻ്റെ കാരണം ബിസിനസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പം ഈ പറഞ്ഞതുപോലെ അയാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ വാഗ്ദാനം ചെയ്തു നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞങ്ങൾ ഫസ്റ്റ് പറഞ്ഞ അന്ന് നൈറ്റ് തന്നെ ഞങ്ങൾ പ്ലാനിങ് ഒക്കെ ഫേസ് ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും പ്രസൻറ്റേഷൻ ഒക്കെ പ്രിപ്പയർ ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസൻറ്റ് ചെയ്തു, എന്ന് വെച്ചാൽ അയച്ചു കൊടുത്തു. അതിനുശേഷം കറക്ഷൻസ് ഒക്കെ നോക്കാമെന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഡേ കാണാനില്ല. അതിനുശേഷം അന്ന് പോയ ആളെ ഞാൻ ഇതുവരെ കണ്ടില്ല. ഇതുവരെ ഞാൻ മെസ്സേജ് അയച്ചിട്ട് പോലും റിപ്ലൈ തന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ നോമ്പെന്ന് പറയുമ്പോൾ എത്രയേ, ഒരു വർഷം ആകാൻ പോകുന്നില്ലേ, ഏകദേശം 10 മാസത്തോളം ഹൈബർനേറ്റഡാണ്. 8 മാസമായിട്ടല്ലേ, 6-7 വട്ടം എന്ന് വെച്ചാൽ എത്രയും ആവശ്യം ഹൈബർനേറ്റ്. അതിനെക്കുറിച്ച് പിന്നെ ഡിസ്കസ് ചെയ്തിട്ടേ ഇല്ല. അപ്പം ഞാൻ അന്നേരം എനിക്കൊരു വാശി കയറി, ഇതെനിക്ക് ചെയ്യണം എന്ന് തോന്നി. ആൾ എന്നെക്കാട്ടിലും നല്ല കഴിവുള്ള ആളാണ് കേട്ടോ. ഞാൻ അയാളിൽ നിന്നാണ് ഈ പറഞ്ഞ എൻജിനെക്സ് ഒക്കെ പഠിക്കുന്ന അയാളിൽ നിന്നാണ്, ഇത്രയും ടെക്നോളജിയുടെ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന അയാളിൽ നിന്നാണ്, ടെയിൽനെറ്റ്, ക്ലൗഡ്ഫ്ലെയർ ഡി ഇതൊക്കെ പഠിക്കുന്ന അയാളിനോട് അതൊക്കെ ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്തു. അപ്പം അയാൾ എന്നോട് ഞാൻ എന്തുകൊണ്ട് കടപ്പെട്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അയാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊന്നും പഠിക്കത്തില്ല. ഞാൻ എപ്പോഴും അയാളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ആൾ എനിക്ക് ചെയ്തു തരുമ്പോൾ ഞാൻ പിന്നെ സംശയമൊന്നും ചോദിക്കത്തില്ല. അപ്പം ഞാൻ പഠിക്കാൻ ശ്രമിക്കാറില്ല, ഡോക്യുമെൻറ്റേഷൻ ചെയ്യാറില്ല. അപ്പം അങ്ങനെ ഒരു പ്രാവശ്യം ചെയ്തു തന്നു. പക്ഷേ പിന്നീട് ഒരു ദിവസം പ്രശ്നം വന്നപ്പോൾ എനിക്കിത് പരിഹരിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര കോംപ്ലക്സ് ആയി, വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. ഞാൻ പെട്ടു. സത്യം പറഞ്ഞാൽ എൻ്റെ പ്രൊഡക്ഷനിലൊരു സാധനം ഓടിക്കൊണ്ടിരിക്കുകയാണ്, അത് തീർന്നു. എന്ന് വെച്ചാൽ വെറുതെ പേയ്മെൻറ്റ് കൊടുക്കുന്ന പോലെ ആയിപ്പോയി. ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ വലിയ പ്രയോജനമൊന്നുമില്ല. അപ്പം അങ്ങനെ വന്ന സമയത്ത് അപ്പം ഞാൻ വിചാരിച്ചു, ഇനിയിപ്പം ഞാൻ പറഞ്ഞില്ലേ സെൽഫ് സസ്റ്റൈനബിൾ ആകുക, ഇൻഡിപെൻഡൻ്റ് ആകുക എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. IT-ലേക്ക് പഠിപ്പിക്കാനുള്ള കഴിവുണ്ട്, പക്ഷെ പഠിച്ച് വീണ്ടും ഒരു ടെക്നോളജി പഠിച്ച് എടുക്കാനൊക്കെ ഒരു മടിയായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ ഇത് തന്നെ ആയിക്കോട്ടെ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് പഠിപ്പിക്കാൻ തുടങ്ങി. അന്ന് ഞാൻ പറഞ്ഞില്ലേ പ്രോട്ടോടൈപ്പിൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് പൈത്തൺ ഇങ്ങനെയും വെറുപ്പിക്കുമോ എന്ന് ഞാൻ ആലോചിച്ചപ്പോഴാണ് ഞാൻ ജിമ്മിൽ നിന്നിട്ട് ഓടിച്ചാടി വന്നിട്ട് ഞാൻ നെക്സ്റ്റ് ഡേ ഞാൻ പൈത്തൻ്റെ വീഡിയോ ഇടുന്നത്. എന്ന് പറഞ്ഞതുപോലെ എപ്പോഴെങ്കിലും നമ്മളെ ഒന്ന് പ്രൊവോക്ക് ചെയ്താൽ, ഏതെങ്കിലും ഒരു കാര്യത്തിൽ പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാനത് ചെയ്യും. അതാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഒരാളെ വെല്ലുവിളിക്കാറില്ല. നിങ്ങൾക്ക് കഴിവില്ല എന്ന് ഞാൻ ഒരാളെയും വെല്ലുവിളിക്കാറില്ല. കാരണം അവർ ചെയ്യും. കാരണം മനുഷ്യന്മാരങ്ങനെയാണ്. സോ ദേ ആർ വെയിറ്റിംഗ് ഫോർ സം ഒരു ചലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി. അതുകൊണ്ട് ചലഞ്ചസിനെ ഇഷ്ടപ്പെടുന്നതാണ് കൂടുതൽ കാര്യം. ചലഞ്ച് ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ സെൽഫ് സാറ്റിസ്ഫാക്ഷനാണ് അത്. അതിനകത്ത് നമുക്കാർക്കും പൈസ ഒന്നും വരണ്ട, പ്രൂവ് ചെയ്യൊന്നും വേണ്ട.
ആ സെൽഫ് സ്റ്റാർട്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യും. പറ്റുന്ന കാര്യങ്ങൾ ഇപ്പോൾ ചന്ദ്രനിലൊന്നും പോകാൻ പറയരുത്, അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്നതല്ല, ഡിപ്പെൻഡൻറ്റ് ഫാക്ടറീസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റാത്തതാണെന്ന് പറയരുത് മറ്റുള്ള ഈ കാര്യങ്ങൾ, പഠിക്കുന്ന കാര്യങ്ങൾ. അപ്പം ഞാൻ എന്ത് ചെയ്തു, പഠിക്കാൻ തുടങ്ങി. അപ്പം നല്ല രീതിയിൽ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ ഇതിനു മുമ്പ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചു. പക്ഷേ ആർക്കും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല. അതിനുശേഷം വീഡിയോ ചെയ്ത് തുടങ്ങിയപ്പോൾ ഓക്കെ ആക്സെപ്റ്റായി. അപ്പം എന്നതുപോലെ അയാളും എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പം എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത സമയത്ത് നിന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഇനി എനിക്ക് തന്നെ നോക്കിയേ പറ്റുള്ളൂ, കാരണം എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചപ്പോഴാണ് ഞാൻ ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്തത്. അന്ന് ഞാൻ തുടങ്ങിയതൊരു ബേസിക് സെറ്റപ്പിൽ നിന്നാണ്. എന്ന് വെച്ചാൽ എപ്പോഴും വേണം ബ്രേക്ക് ആവാൻ പറ്റുന്നൊരു സെറ്റപ്പിൽ നിന്നാണ് ഞാൻ തുടങ്ങിയത്. കോഡ് എഴുതാൻ ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ ഞാൻ കോഡ് എഴുതി തുടങ്ങിയിട്ടില്ല. ഞാൻ എഴുതുന്നതൊക്കെ എപ്പോഴും ഒരു വി ഐ എഡിറ്റർ വെച്ചിട്ട് ഞാൻ ലിനക്സിൻ്റെ ടെർമിനലാണ് സാധാരണ എഴുതുന്നത്. ഏറ്റവും വൃത്തിയായിട്ട രീതിയിൽ ഓർഗനൈസ് ചെയ്ത ഒരാളാണ് ഞാൻ. ഏറ്റവും വൃത്തിയായിട്ട രീതി. എനിക്ക് തന്നെ ദേഷ്യം വരുന്നുണ്ട് കോഡ് എങ്ങനെ ഇപ്പോൾ ഇട്ടേക്കുന്നത് എന്നുള്ളത്. ആ കോഡൊക്കെ ഇപ്പോഴും ഉണ്ട് സെർവറിൽ. അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ പിന്നീട് ഹൈറാർക്കി അതിൻ്റെ ഫാനാകുന്നത് ഞാൻ അവിടെ നിന്നാണ്. എന്ന് വെച്ചാൽ ഹൈറാർക്കി സെറ്റ് ചെയ്തിട്ട് ഞാൻ എന്തും ചെയ്യാൻ തുടങ്ങുന്നത്. ഞാൻ ആദ്യം തന്നെ ചെയ്യാൻ തുടങ്ങുന്നതിനെക്കുറിച്ച് ഒരു അൽഗരിതം ഉണ്ടാക്കും. അൽഗരിതത്തിന് ശേഷം ഞാൻ ആദ്യം ചെയ്യുന്നത് കോഡിൻ്റെ റെപ്പോസിറ്ററിയിലെ സ്ട്രക്ചർ ഉണ്ടാക്കി വെക്കലാണ്. അതിന് ശേഷമാണ് പിന്നെ ഞാൻ എന്തും ചെയ്യത്തുള്ളൂ. ഫയലെല്ലാം മുഴുവൻ ഞാൻ ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ട് ഞാൻ ഫ്രെയിം വർക്കുകളും എനിക്കൊരു ഫ്രെയിം വർക്ക് സ്വന്തമായിട്ടുണ്ട് ഇപ്പം തുടങ്ങാൻ എന്ത് വേണമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ എഴുതുന്ന കോഡുകൾ 1 by 1 ആയിട്ട് ടെസ്റ്റ് ചെയ്തു. എന്ന് വെച്ചാൽ ഒരു സാധനം ഉണ്ടാക്കുന്നു, ഫസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കണക്ഷൻ ടെസ്റ്റാണ്. കണക്ഷൻ ടെസ്റ്റ് ചെയ്യുന്നു, പൈപ്പ് ലൈൻ ഗ്രീൻ ആക്കിയതിന് ശേഷം വേറെ ഇവിടുന്ന് ഒരു പ്രശ്നം വരത്തില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ആക്ച്വൽ ആപ്ലിക്കേഷൻ കോഡ് ഇടുന്നു. കാരണം പിന്നെ വരുന്നതെല്ലാം ആപ്ലിക്കേഷൻ്റെ പ്രശ്നമാണ്, വേറെ ആരെയും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല, ബാക്കിയെല്ലാം ഗ്രീൻ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രിലിമിനറി ചെക്സ് മുഴുവൻ ആദ്യമേ ചെയ്ത് വെക്കും. അത് എത്ര സമയം എടുത്താലും കുഴപ്പമില്ല, മറ്റേലേക്ക് ഇറങ്ങത്തേ ഇല്ല. അതിനുശേഷമാണ് മറ്റേ കോഡ് എഴുതുന്നത്. അതും എഴുതുന്നത് ലോജിക് ബൈ ലോജിക് ആയിരിക്കും, എല്ലാം കൂടെ ഒന്നിച്ചെഴുതാറല്ല. അതിന് കൃത്യമായിട്ട് ഡീബഗ് ചെയ്തായിരിക്കും പോകുന്നത്. അങ്ങനെ അവിടുന്ന് തുടങ്ങിയ ഈ ജേണി ഇപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ ഇപ്പം ഞാനിപ്പോൾ ഏകദേശം 4ഓളം ട്രെയിനിങ്സ്, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ പൈത്തൺ, എക്സൽ, ഇപ്പോൾ എൻജിനെക്സ് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആരെയും പഠിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല, എനിക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞില്ല, റിച്ചാർഡ് ഫെയ്മാൻ പറഞ്ഞതുപോലെ ഇഫ് യു വാണ്ടഡ് ടു ലേൺ സംതിങ് ടീച്ച് ഇറ്റ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുത്താൽ പോലും മനസ്സിലാവണം. അതാണ് എൻ്റെ ലോജിക്ക്. ഞാൻ പറയുന്ന കഥകളെല്ലാം അതുകൊണ്ട് ഏതൊരാൾക്കും, ഞാൻ അതുകൊണ്ട് പറഞ്ഞു, ഏതൊരു പൊട്ടനും പഠിക്കാൻ പറ്റുന്നത് നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ടെക്നിക്കലി നിങ്ങൾ സോൾവ് ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, അത് നിങ്ങളെങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യുന്ന പോലെ ഇരിക്കും. മനസ്സിലാക്കുക സാധനം എന്താണെന്ന്. ഞാൻ 3 കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇതെന്താണ്, ഇതെന്തിനാണ്, ഇതെങ്ങനെയാണ്. വാട്ട്, വൈ ആൻഡ് ഹൗ. നിങ്ങളുടെ ഒരു കാര്യത്തിനുള്ള ഉത്തരം ഇതിൽ 3 കിട്ടും. ഇപ്പം ഞാനിപ്പം എൻജിനെക്സ് എന്താണെന്ന് ചോദിച്ചാൽ എൻജിനെക്സ് എന്താണ്? എൻജിനെക്സ് ഒരു വെബ് സെർവറാണ്, അതുകൂടാതെ ലോഡ് ബാലൻസറാണ്, ഒരു റിവേഴ്സ് പ്രോക്സിയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, വാട്ട് എന്ന് പറഞ്ഞ സാധനത്തിനകത്ത് വീണ്ടും പോകും. എന്താണ് ഒരു റിവേഴ്സ് പ്രോക്സി, എന്താണ് ലോഡ് ബാലൻസർ, എന്താണ് ഒരു വെബ് സെർവർ. അപ്പോൾ വെബ് സെർവറിനെ കുറിച്ച് വരുമ്പോൾ പിന്നെ HTTP എത്തി, പിന്നെ HTTP മെത്തേഡ്സിലേക്ക്. എന്ന് വെച്ചാൽ വാട്ട് എന്ന് പറഞ്ഞ ചോദ്യം തീരുമ്പോഴത്തേക്ക് നിങ്ങളൊരു വലിയൊരു മാരത്തോൺ കഴിഞ്ഞിട്ടുണ്ടാവും. അതിനുശേഷമാണ് വൈ എന്ന് പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്. അതായത് ഒരു വെബ് സെർവർ എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആർക്കും, ഇപ്പോൾ എല്ലാവർക്കും ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ, അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് അത്, വൈ എന്തിനാണ് ആ സാധനം ഉണ്ടാക്കിയേക്കുന്നത്, എന്തുകൊണ്ട് മറ്റുള്ള ടൂളുകൾ ഉപയോഗിക്കുന്നില്ല, ഈ സാധനം എടുക്കാനുള്ള പ്രത്യേകത എന്താണ് എന്ന് വെച്ചാൽ ഫിൽറ്ററിങ് ആണ്. പിന്നെ നിങ്ങൾ കമ്പയർ ചെയ്യുകയാണ് ബാക്കി ടൂളുകളായിട്ട്. അതിനുശേഷമാണ് ഹൗ, ഇതെങ്ങനെയാണ് റൺ ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ കോൺഫിഗറേഷനിലേക്ക് എത്തും, അതിൻ്റെ ഒപ്റ്റിമൈസേഷൻ, അതിൻ്റെ ട്വീക്കിങ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്ന് വെച്ചാൽ അപ്പം നിങ്ങൾ എന്ത് ചെയ്യും, കോറിലേക്ക് ഇറങ്ങി. ഈ 3 കാര്യം പോരയുടെ ഒരു കാര്യം പഠിക്കാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം 3 ചോദ്യങ്ങൾ യു വിൽ ബി മാസ്റ്ററിങ് അറ്റ് എനിത്തിങ്. ഞാൻ പറയുന്നത് 3 ചോദ്യങ്ങൾ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അപ്പോൾ എൻ്റെ മെത്തഡോളജിയും അതുപോലെ തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത്. എന്ന് വെച്ചാൽ ആരെയും പഠിപ്പിക്കാൻ എടുക്കുന്ന സാധനം എനിക്ക് മനസ്സിലായിട്ട് മാത്രമേ പഠിപ്പിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ എൻജിനെക്സിനെ കുറിച്ച് ഞാൻ കൂടുതൽ ക്ലാസ് എടുക്കും. ഇപ്പോൾ എൻജിനെക്സ് ഞാൻ പഠിച്ചുകൊണ്ട് എന്താ, എനിക്ക് കൃത്യമായ രീതിയിലൊരു എനേബിളിങ് ഡിസേബിളിങ് ഫീച്ചർ എൻ്റെ പ്രോഡക്റ്റിലേക്ക് വരുന്നു ഈസി ആയിട്ട്. അതായത് സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് എനേബിൾ ചെയ്യാനും സെക്കൻഡുകൾക്കുള്ളിൽ ഡിസേബിൾ ചെയ്യാൻ പറ്റുന്നൊരു ഫീച്ചർ ഞാൻ ഉണ്ടാക്കിയെടുത്തത് ഈ പറഞ്ഞ എൻജിനെക്സ് നിങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തപ്പോഴാണ്, സത്യം പറയാലോ. അതുകൊണ്ട് ഞാൻ എന്തായി പിന്നെ എൻജിനെക്സ് എന്തായാലും കംപ്ലീറ്റ് ചെയ്ത് തീർത്തുള്ളൂ. അതുപോലെ തന്നെ ഫാസ്റ്റ് API ഞാൻ ഫ്ലാസ്ക്കാണ് ഇത്ര നാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ ഫ്ലാസ്കിനെ കുറിച്ച് ഞാൻ പറയുന്നേ ഇല്ല. കാരണം എന്തുകൊണ്ട് ഫാസ്റ്റ് API എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായ മറുപടി ഉണ്ട്. ഫ്ലാസ്ക് എടുക്കരുത് എന്ന് പറയാൻ. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഫ്ലാസ്ക് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബൂട്ട് ക്യാമ്പിൽ പഠിച്ച ഫ്ലാസ്ക് ആയതുകൊണ്ട് അത് എപ്പോഴും പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇനി അടുത്ത ബൂട്ട് ക്യാമ്പ് വരുമ്പോൾ ഞാൻ എന്തായാലും ഫാസ്റ്റ് API ആണ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഫ്ലാസ്ക് API ഞാൻ കളയാൻ പോവാം.
ജാങ്കോയിലേക്ക് പോകണ്ട, കാരണം അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമൊന്നുമല്ല, ഒരുപാട് വലിയൊരു ഫ്രെയിം വർക്കാണ്. പക്ഷേ അതിലും നല്ലത് ഫാസ്റ്റ് API ആണ്, അതിലേക്ക് നമുക്കെത്താം. അപ്പോൾ ഫാസ്റ്റ് API തുടങ്ങാനാണ് നോക്കുന്നത്. അപ്പോൾ ഇന്നലെ ഇരുന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ സീരിയലൈസർ എന്ന് പറഞ്ഞ സാധനം ഫീച്ചർ പഠിക്കുന്നത്, അത് പഠിക്കലാണ് പ്രധാനപ്പെട്ടത്. നിങ്ങൾ എന്തുകൊണ്ട് ഫാസ്റ്റ് APIയിലേക്ക് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, APIയിൽ ഏത് API ആയിക്കോട്ടെ, സീരിയലൈസിങ് പഠിക്കൽ വളരെ നിർബന്ധമാണ്. അപ്പോൾ അത് പഠിപ്പിക്കലാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഫാസ്റ്റ് API ലോജിക്ക് എഴുതുന്നതിലൊക്കെ പിന്നെ പൈത്തണിലാണ്. പിന്നെ പൈത്തണിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇപ്പം പൈപ്പ് ലൈൻ എൻ്റെ 3 എണ്ണം, ഒരു പൈത്തൺ കഴിഞ്ഞു. ഇനി പൈത്തണിനകത്ത് കുറച്ച് 1-2 ASync ആയോ അതെല്ലാം ഞാൻ മറ്റുള്ളതിനകത്തോട്ട് ക്ലബ് ചെയ്യാമെന്ന് വെച്ചു. ഇനി പൈത്തണിലേക്ക് മൊഡ്യൂൾ ഇടുന്നില്ല, ഫാസ്റ്റ് APIയിൽ കവർ ചെയ്യാമെന്ന് വെച്ചു. അതുപോലെ തന്നെ ടെസ്റ്റിംഗ്, യൂണിറ്റ് ടെസ്റ്റിങ്ങിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എന്ത് തീരുന്നോ അപ്പോൾ അടുത്ത പറഞ്ഞാൽ ഞാൻ തന്നെ ഉണ്ടാക്കുകയാണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെ പഠിക്കാൻ. കാരണം ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഞാൻ എൻ്റെ പ്രോഡക്റ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ അടുത്ത് വരുന്ന ഡോക്കർ എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള സാധനമാണ്. കാരണം ഡോക്കറിൽ ഞാൻ നെറ്റ്വർക്കിംഗ് ഇത്രയും പ്രോ ഒന്നുമല്ല. ബാക്കിയൊക്കെ നമുക്ക് ചെയ്യാം, എന്നിരുന്നാൽ തന്നെയും ഒരു പ്രൊഡക്ഷൻ റെഡി സാധനം ഒന്നും ഉണ്ടാക്കാനുള്ള കേപ്പബിലിറ്റി ഒന്നുമില്ല ഡോക്കർ വെച്ചിട്ട്. ഡോക്കർ കഴിയുമ്പോൾ പിന്നെ ഡോക്കർ സ്വാം ആവും, ഓർക്കസ്ട്രേറ്റ് ആവും, അതല്ലെങ്കിൽ ക്യൂബർനെറ്റീസ് ആവും. ക്യൂബർനെറ്റീസ് ഇപ്പോൾ ക്ലസ്റ്റർ വൈസ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ RKE2 എന്താണ് പറയുന്നത്, റെഡ് ഹാറ്റ് RKE2 ആൻഡ് ക്യൂബർനെറ്റീസ് എഞ്ചിൻ 2, റേഞ്ചർ ക്യൂബർനെറ്റീസ് എഞ്ചിൻ 2 അങ്ങനെയുള്ള സാധനമൊക്കെ വെച്ചിട്ട് ഒരു ക്ലസ്റ്ററൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങളുടെ ഉത്തരവാദിത്തം കൂടുകയാണ്. ക്ലസ്റ്ററിൻ്റെ ഓപ്പറേഷൻസ് നോക്കണം, അതിൻ്റെ മെയിൻ്റനൻസ്, അവൈലബിലിറ്റി, സെക്യൂരിറ്റി, അതൊക്കെ അത് ഭയങ്കര കോംപ്ലക്സ് ആവും. അത് വലിയ എക്സ്പെൻസീവ് സിസ്റ്റമാണ്. ഞാൻ ഇത്രയും നാൾ കൊണ്ട് എന്തുകൊണ്ട് ഇത് പറഞ്ഞ സൊല്യൂഷൻ ഇത്ര നാൾ ഞാൻ മാറ്റി വെച്ചു എന്ന് ചോദിച്ചാൽ ഒരു മറുപടി അതിൻ്റെ കോസ്റ്റാണ്. കാരണം നമ്മളീ പറഞ്ഞ പോലെ $10-20 ചെയ്യാൻ പറ്റുന്ന സാധനമല്ല, €100-200 കൊടുത്താൽ സാധനം മാത്രമായി പറഞ്ഞ സാധനം ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ തന്നെ ഞാൻ ഒരു 1.5 ദിവസമായിട്ട് ഞാനത് റൺ ചെയ്യുന്നുണ്ട്. ആ റൺ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ ബില്ല് AWS ബില്ലൊന്നും എനിക്കറിയത്തില്ല. കാരണം ഏകദേശം 26ഓളം ഫീച്ചേഴ്സ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് AWSൻ്റെ എന്ന് പറയുമ്പോൾ അത്രയും തന്നെ എനിക്ക് എക്സ്പെൻസും വരുന്നുണ്ട്. അതിനിപ്പം പ്രൊഡക്ഷൻ റൺ ചെയ്യാൻ തുടങ്ങുമ്പോൾ വീണ്ടും അതിൻ്റെ ട്രാഫിക്കും ബാൻഡ്വിഡ്ത്തൊക്കെ വരുമ്പോൾ വീണ്ടും എക്സ്പെൻസ് വരും. എന്ന് വെച്ചാൽ ഇതുകൊണ്ടാണ് ഞാൻ പ്രധാനമായിട്ട് അത് മാറ്റി വെച്ചത്. ട്രൈ ചെയ്യാൻ പോലും ശ്രമിക്കാതിരുന്നത് പൈസയുടെ കാര്യം കൊണ്ടാണ്. പക്ഷേ ഇനി ഞാൻ നോക്കിയിട്ട് കാര്യമില്ല, സോ വി ഹാവ് ടു ഡു ഇറ്റ്. അപ്പം ഇത്രയും ഇനിയിപ്പം ചെയ്യാതിരിക്കുന്നതിനകത്ത് അർത്ഥമില്ല. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള ഡോക്കർ ഉണ്ട്, ഇതിനകത്ത് ക്യൂബർനെറ്റീസ് ഉണ്ട്. ക്യൂബർനെറ്റീസ് കഴിഞ്ഞാൽ പിന്നെ ആൻസിബിൾ, പിന്നെ ടെറാഫോം, പിന്നെ ഗിറ്റബ് CI/CD പൈപ്പ്ലൈൻസ്, അതുപോലെ തന്നെ YAML. അങ്ങനെ ഞാൻ പഠിപ്പിക്കാൻ പറഞ്ഞില്ലേ, എനിക്കൊരു ദിവസം വേണമെങ്കിൽ എനിക്ക് 2 വീഡിയോ വെച്ചിടാം. എന്ന് വെച്ചാൽ ഒരു 30 മിനിറ്റിന് 2 വീഡിയോ വെച്ചിടാനുള്ള കണ്ടന്റ് എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ എനിക്ക് ഒന്നാമത്തെ കാര്യം പറഞ്ഞാൽ പഠിക്കാനെടുക്കുന്ന സമയം, പിന്നെ അതുപോലെ തന്നെ പ്രസൻറ്റ് ചെയ്യാനെടുക്കുന്ന സമയം. എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ വന്നിട്ട് പറയാം എൻജിനിക്സിൻ്റെ ക്ലാസ് പോകാൻ എടുത്തിട്ട് പോകാം, പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം എൻജിനിക്സ് പഠിക്കുന്നതിന് ഇങ്ങനെ ഒരു എൻജിനിക്സ് എന്നല്ല, ഏതൊരു സാധനം പഠിക്കുന്നതിന് ഒരു സ്റ്റൈലുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡെക്കറേറ്റേഴ്സ് പറയാനെടുത്ത സമയം എനിക്കൊരാഴ്ചയാണ്. കാരണം എനിക്ക് അറിയാം സാധനം, പക്ഷെ പറഞ്ഞു തരാൻ അറിയില്ല. അപ്പോൾ ഞാൻ ഡെക്കറേറ്റേഴ്സ് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം, അപ്പോൾ ഞാനൊരു ഹാക്ക് ഉണ്ടാക്കി. ഇപ്പോൾ എനിക്ക് കാണാഴുതം ഡെക്കറേറ്റേഴ്സ് എങ്ങനെയാണ് കാണാഴുതേണ്ടതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. എന്ന് പറഞ്ഞതുപോലെ പഠിപ്പിക്കാൻ എളുപ്പമാണ്, പക്ഷേ നല്ലതുപോലെ പഠിപ്പിക്കാൻ പാടാണ്. എന്നുവെച്ചാൽ ഒരു കഥ പറയുന്നത് പോലെ പോകണം, എവിടെയും സ്റ്റക്കാവരുത്, നിന്ന് പോയി ഒരിടത്ത് ഇങ്ങനെ ബ്രേക്ക് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അറ്റൻഷൻ പോകും. സോ ഫ്ലുവൻ്റായിട്ട് ഇങ്ങനെ പോകാൻ പറ്റണം. അതുകൊണ്ട് ഞാൻ എപ്പോഴും മനസ്സിലിട്ട് ഒരു ഇത് യൂസ് കേസും ഉണ്ടാക്കി ആ യൂസ് കേസുമായിട്ട് ഇങ്ങനെ ലോജിക്കലി കണക്ട് ചെയ്ത് പോയിട്ടാണ് ലാസ്റ്റ് അതിൻ്റെ വൈൻഡപ്പ് ചെയ്യുന്നത്. സോ അപ്പം നിങ്ങൾ വിചാരിക്കും ഞാനൊരു ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊന്നും ആയിരിക്കും, ഞാൻ അങ്ങനെയൊന്നുമല്ല. അതുകൂടെ പറഞ്ഞിട്ട് പോകുന്നതായിരിക്കും നല്ലത്. കാരണം എനിക്കെപ്പോഴും അത് പറയേണ്ടി വരുന്നു. ഇപ്പം നമ്മൾ ഞാൻ ബാച്ചിലേഴ്സ് എഞ്ചിനീയറിങ് കഴിഞ്ഞാണ്, തമിഴ്നാട്ടിൽ പഠിച്ചാണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പം ഞാൻ എന്തുകൊണ്ട് ഇലക്ട്രോണിക്സ് എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ കാര്യം എനിക്ക് IT ഭയങ്കര പേടിയായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് കമ്പ്യൂട്ടറിൽ കോഡ് കാണുന്നതിൻ്റെ പേടിയാണ്. കമ്പ്യൂട്ടർ കാണുന്നത് നമ്മളിപ്പം ഞാൻ മിറോയിൽ CD റൈറ്റ് ചെയ്യാറുണ്ടായിരുന്നു, യൂട്യൂബിൽ നിന്ന് വീഡിയോ ഡൗൺലോഡ് ചെയ്യുമായിരുന്നു. എന്ന് പറഞ്ഞാൽ എനിക്ക് തുടക്കത്തിൽ എൻ്റെ ഒരു ഫ്രണ്ടാണ്, ആഷിയാണ് എന്നെ കാണിച്ചു തരുന്നത്, എവിടെയാണ് സെർച്ച് ചെയ്യുന്നത് കാണിച്ചു തരുന്നത് ആദ്യമായിട്ട് അവനാണ്. എന്ന് വെച്ചാൽ Facebook.com, അന്ന് ഫേസ്ബുക്ക് ആയിരുന്നു പോപ്പുലർ ആയിട്ടുള്ള. ഫേസ്ബുക്ക് നമുക്ക് ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു, ലാപ്ടോപ്പ് ഫ്രീ ആയിട്ട് കിട്ടിയായിരുന്നു കോളേജിൽ നിന്ന്. അപ്പോൾ അങ്ങനെ വന്നപ്പം ഫേസ്ബുക്കിൻ്റെ URL കൊണ്ട് കൊടുത്ത എവിടെ അറിയാമോ, ഞാൻ ഗൂഗിളിൻ്റെ സെർച്ചിലാണ് കൊടുത്തത്. അപ്പോഴാണ് പറഞ്ഞത് അങ്ങനെയല്ല കൊടുക്കേണ്ടത്, അഡ്രസ് ബാർ ഉണ്ട്, ഗൂഗിൾ ക്രോമിന് അഡ്രസ്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബ്രൗസറിന് ഇത്രയും ഫീച്ചർ ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കുന്ന അന്നേരമാണ്. അതിനുശേഷം അത്ര അറിയാം, ബ്രൗസ് ചെയ്യാൻ അറിയാം, വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ അറിയാം, സിനിമ കാണാൻ അറിയാം. അതല്ലാതെ കമ്പ്യൂട്ടർ കൊണ്ട് ഇത് വേറെ ഉപയോഗങ്ങളൊന്നും എനിക്ക് അറിയത്തേ ഇല്ലായിരുന്നു. അതിനുശേഷം അതുകൊണ്ടാണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എടുത്തത് തന്നെ. കാരണം കമ്പ്യൂട്ടർ ഉണ്ടാവത്തില്ലെന്ന് വിചാരിച്ച്, അന്നത്തെ കാലത്ത് അറിയാലോ, ആരും ഗൈഡ് ചെയ്യാനില്ലാത്ത, ആരും പറഞ്ഞില്ല ഇത് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട സാധനമാണ്,
നിങ്ങളുടെ കമ്പ്യൂട്ടർ ഡിവൈസാണ് ഇത് ശരിക്കും പറഞ്ഞാലെന്ന് മനസ്സിലാക്കിയില്ല. അതിനുശേഷം മൊത്തം കമ്പ്യൂട്ടറായിരുന്നു. ഓപ്പ് കോഡ്, പിന്നെ അതുപോലെ പറഞ്ഞ എന്തുവാ മൈക്രോ കൺട്രോളേഴ്സ്, സി പ്രോഗ്രാമിങ്ങിൻ്റെ 2 തോറ്റ്. പിന്നെ പറഞ്ഞത് എന്തോ ഫീഡ്ബാക്ക് സിസ്റ്റം, എന്തോ അതിൻ്റെ പേര് ഞാൻ മറന്നു, കൺട്രോൾ സിസ്റ്റംസ്, മൊത്തം IT. ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട എന്തായിരുന്നു IC ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് മാത്തമാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ എന്ന് പറഞ്ഞാൽ മൊത്തം മെജോറിറ്റിയും IT-യുമായിട്ട് ബന്ധപ്പെട്ട കുറേ ടേംസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ പെട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എനിക്ക് സെക്കൻഡ് സെമസ്റ്ററിൽ ഒരു കമ്പ്യൂട്ടറിൻ്റെ എക്സാം ഉണ്ടായിരുന്നു, അത് ഞാൻ പാസ്സായി. 3ാമത്തെ സെമസ്റ്ററിൽ ഒരു എക്സാം ഉണ്ടായിരുന്നു, തോറ്റ്. പിന്നെ ആ 3ാമത്തെ സെമസ്റ്ററിൽ ഒരു C++ ലാംഗ്വേജ് ഞാൻ എഴുതി പാസ്സാവുന്ന എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9ാമത്തെ സെമസ്റ്ററിൽ ഞാൻ എക്സ്ട്രാ അരിയർ എടുത്തതിന് ശേഷമാണ് 9ാമത്തെ സെമസ്റ്ററിൽ പാസ്സാവുന്നത്. അതും ഞാൻ കോപ്പി അടിച്ചതെന്ന് പറഞ്ഞാൽ മലയാളം നോട്ട് ബുക്ക് ഉണ്ടല്ലോ, C++ മലയാളത്തിൽ എന്ന് പറഞ്ഞ ബുക്കുണ്ട്. ആ മലയാളത്തിൽ നിന്നുള്ള ബുക്ക് ഞാൻ വാങ്ങിച്ച് മനസ്സിലായിരുന്നില്ല. ഏതാണ്ടൊക്കെ പറഞ്ഞല്ലോ, പട്ടി പുല്ല് എന്ന് പറഞ്ഞ പറ്റില്ല, ജാവയുടെ കാര്യം പറഞ്ഞ പോലെയാണ്. കുറേ ഇമേജസ് ഉണ്ടായിരുന്നു, കുറേ അവിടെ കോഡുണ്ട്, എനിക്കൊന്നും മനസ്സിലായില്ല. എന്ന് ഞാൻ ലാസ്റ്റ് ചെയ്തെന്തറിയോ, ഒരു അണ്ണാ യൂണിവേഴ്സിറ്റിയാണ് ഞങ്ങൾ പഠിച്ചത്. അണ്ണാ യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങളുടെ പേപ്പർ വെയിറ്റ് ആണ് സാധാരണ നോക്കുന്നത് കോയമ്പത്തൂരിൽ. ഇപ്പം ചെന്നൈയാണ്. അന്ന് പേപ്പറിൽ എന്ത് വേണമെങ്കിലും കഥ എഴുതി വെക്കാം. ഞങ്ങളുടെ കൂട്ടുകാരനൊക്കെ ജനഗണമന ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ എൻ്റെ തൊട്ടടുത്തിരുന്ന കൂട്ടുകാരൻ, ഞാൻ ഇലക്ട്രോണിക്സും അവൻ മെക്കാനിക്കലുമാണ്. അപ്പോൾ അവനാണെങ്കിൽ ക്ലാസ്സിലും വരത്തില്ല, മലപ്പുറത്തുള്ള. എന്നിട്ട് അവൻ ലാസ്റ്റ് എക്സാമിൻ്റെ രാവിലെ ഇങ്ങോട്ട് വരും. രാവിലെ ഇങ്ങോട്ട് വന്നിട്ട് പറയും, ആ ബുക്കൊക്കെ ഒന്ന് മറിച്ച് നോക്കാം, അവിടെ കുറേ പടമൊക്കെ നോക്കിയിട്ട് ഡയഗ്രാംസ് ഒക്കെ നോക്കി എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് പറയും, അങ്ങ് പോകും. അങ്ങനെ ഒരു ദിവസം ആണെങ്കിൽ ഞങ്ങൾ തൊട്ടടുത്താണ് എക്സാമിനിരുന്നത്. അപ്പം അവൻ്റെ അടുത്ത് ഒരു ഡൗട്ട് ചോദിച്ചു, മെക്കാനിക്കൽ IT-ആയിട്ട് ബന്ധപ്പെട്ടതെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അതിങ്ങനെയാണെന്ന് പറഞ്ഞു. അവനത് എടുത്തുകൊണ്ട് പോയിരിക്കണം, എഴുതരുത്. അവനെല്ലാ വിഷയം പാസ്സായി. അവനെങ്ങനെ പാസ്സായെന്ന് അവൻ്റെ കൂടെ നടക്കുന്നത് വിചാരിക്കും, ഇന്നും പഠിച്ചിട്ടാണ് വരുന്നത്, മറ്റുള്ള പരിപാടി ഉണ്ടല്ലോ, ഞങ്ങളുടെ ആൾക്കൂടെ കിടന്ന് തുടങ്ങിയിട്ട് നീ പറ്റിച്ചോ എന്നൊക്കെ പറയത്തില്ല. അങ്ങനെ ഇവൻ പാസ്സായി സാധനം. എന്ന് പറഞ്ഞ പോലെ പേപ്പർ വെയിറ്റ് ആണ് സാധനം. അപ്പം ഞാനത് എക്സാം എഴുതാൻ പോയെന്ന് വെച്ചാൽ 4 വലിയ കോഡുണ്ടായിരുന്നു ആ ബുക്കിൽ. അത് ഞാൻ കാണാൻ പഠിച്ചു. എന്ത് വന്നാലും എന്നെക്കൊണ്ട് ഞാൻ ഇതേ എഴുതത്തോളം എന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് എഴുതി വെച്ചു. അത് തന്നെയാണോ വന്നതെന്ന് എനിക്ക് അറിയത്തൊന്നുമില്ല, അങ്ങ് എഴുതി. അവസാനം പാസ്സായി. എന്ന് വെച്ചാൽ പാസിംഗ് മാർക്ക് എന്താണെന്ന് തോന്നുന്നു, എനിക്ക് ഗ്രേഡ് പോലും ഓർമ്മയില്ല. പക്ഷേ എന്നിരുന്നാലും എനിക്ക് ആ മാർക്ക് നോക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല, കാരണം ഞാനത് അർഹിക്കുന്ന മാർക്കൊന്നുമല്ല. അപ്പോൾ അത്രയാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്, IT-ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയാണ്. അങ്ങനെ എനിക്ക് സപ്ലി വന്നല്ലോ. അപ്പോൾ സപ്ലി വന്നപ്പോൾ ഞാൻ ഈ നാട്ടിലെ ആൾക്കാർ സാധാരണ ചോദിക്കുന്നുണ്ടൊന്നുമല്ല, എനിക്ക് തന്നെ തോന്നി ഇത്രയും നാൾ പഠിച്ചിട്ട് ഞാൻ എന്തിനാണ് വെറുതെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ പറഞ്ഞ പൈസ പോയല്ലോ എന്നുള്ളൊരു കുറ്റബോധത്തിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് സ്പെക്ട്രം എന്ന് പറഞ്ഞിട്ട് IT കമ്പനി ഇവിടെ എറണാകുളത്ത് MG റോഡിൽ. അപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതുപോലൊരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു. ഇൻ്റർവ്യൂ ഒന്നും അല്ലായിരുന്നു, അവർ ചിലപ്പം കോഴ്സ് സെല് ചെയ്യാനായിരുന്നു. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ലിനക്സ് അഡ്മിനിസ്ട്രേഷൻ നല്ല അടിപൊളി കോഴ്സാണ്, നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് എടുപ്പിച്ചു. നെറ്റ്വർക്കിംഗ് എടുക്കണമെന്ന് അത് എനിക്കറിയാം. എന്നാൽ നമുക്കറിയാം CCNA നെറ്റ്വർക്കിംഗ് ഒരു ഭയങ്കര പോപ്പുലറായിരുന്നു ആ സമയത്തൊക്കെ, 2015 അപ്പം അന്നേരം പറഞ്ഞു, അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞാണ്, ലിനക്സ് അഡ്മിനിസ്ട്രേഷൻ സ്കോപ്പ് ഉള്ളതാണ്, ഫ്യൂച്ചറിസ്റ്റിക്കാണ്, ഇപ്പം സ്കോപ്പൊന്നും ഉണ്ടാവത്തില്ല, പക്ഷേ ഇനി നിങ്ങൾ വരാൻ പോകുന്ന കാലഘട്ടത്തിലേക്ക് അടിപൊളിയാന്ന്. ഇപ്പം ഞാൻ അയാളെ ശരിക്കും സമ്മതിച്ചിരിക്കുന്നത്, കാരണം അയാളെ റെക്കമെൻഡ് ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഈ ലിനക്സ് അഡ്മിനിസ്ട്രേഷൻ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാനത് എടുത്തു, പഠിക്കാൻ ഫസ്റ്റ് ക്ലാസ് പോയിരുന്നു. നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സിസ്റ്റം ബൂട്ട് ചെയ്യുക. എന്ന് വെച്ചാൽ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ CD തരും, അതും കൊണ്ട് ബൂട്ട് ചെയ്യുക. ഞാനിങ്ങനെ ഇരിക്കുക സിസ്റ്റം തുറന്ന് വെച്ചിട്ട്, എനിക്ക് അറിയത്തില്ല എന്താ ചെയ്യേണ്ടത്. ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഇതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. അപ്പം ഒന്നും അറിയാലോ, നമുക്ക് അതിൻ്റെ ലൊക്കേഷൻ ക്ലിക്ക് ചെയ്യണം, അതേപോലെ തന്നെ റീജിയൻ സെലക്ട് ചെയ്യണം, അങ്ങനെ കുറച്ച് ഇൻസ്ട്രക്ഷൻ പ്രൊസീജിയർ ഉണ്ട്. അതുപോലെ എനിക്ക് വായിച്ചു നോക്കി മനസ്സിലാക്കി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ അറിയത്തില്ല. ഞാൻ അങ്ങനെ പേടിച്ചിരിക്കുക. ഓരോ ഇൻസ്ട്രക്ഷനും ഞാൻ എൻ്റെ ഇൻസ്ട്രക്ടറെ അടുത്ത് ചോദിക്കും, ചെയ്യട്ടെ എന്ന് ചോദിക്കും. എൻ്റെ കൂടെ ഇരിക്കുന്നതാണെങ്കിൽ iOS ഡെവലപ്പറിൻ്റെ കഴിഞ്ഞ് വന്ന ആളാണ്. അപ്പോൾ അവനാണെങ്കിൽ പെട്ടെന്ന് ചെയ്തു പോകുന്നു. ഞാൻ ഒറ്റപ്പെട്ട പോലായി, ഞങ്ങൾ 2 പേരുള്ളായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെക്കൊണ്ട് പറ്റുന്ന പണിയല്ലെന്ന് പറഞ്ഞ്, എന്നാലും വേണ്ടില്ല, എല്ലാ ദിവസവും വരും, ഇരിക്കും, പഠിക്കും. അപ്പോൾ ഞങ്ങളുടെ കോഴ്സ് 3 മാസത്തെ കോഴ്സായിരുന്നു. ആ 3 മാസം കോഴ്സ് ഞാൻ 3ാമത്തെ മാസം ആയപ്പോഴും എൻ്റെ 70% പോലും കഴിഞ്ഞിട്ടില്ല കോഴ്സ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഒരു മാസം കൂടെ തരുമെന്ന് ചോദിച്ചപ്പോൾ പുറത്താക്കിയേനെ. അത് കാരണം ഞാൻ പഠിക്കാൻ എടുക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ ഒരു കാര്യം Qmail എന്താണെന്ന് പഠിച്ചു. അപ്പോൾ ഞാൻ Qmailൻ്റെ എന്താണ്, ഇതിൻ്റെ ഫുൾ ഫോം എന്താണ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഇതുണ്ടാക്കിയ ആരാണ്, അവരുടെ കുടുംബത്തിലൊക്കെ പോയി തിരക്കിയിട്ട് വരുമ്പോഴത്തേക്ക് സമയം കഴിയത്തില്ല. പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ അത്രയും ഡീപ്പായിട്ടാണ് ഞാൻ പോയത്. എന്ന് വെച്ചാൽ പഠിക്കുന്ന കാര്യം പഠിച്ചിട്ടേ അടുത്തതിലേക്ക് പോകുള്ളൂ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു അന്നും. അപ്പോൾ അങ്ങനെ സമയമെടുത്തു വന്ന് പിന്നെ നമുക്ക്
ബാംഗ്ലൂരാണ് ഫസ്റ്റ് ജോലി കിട്ടുന്നത്. അന്ന് ജോലിക്ക് പോയി. അതിനുശേഷം അവിടുന്ന് ഞാൻ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരാളെൻ്റെ അടുത്ത് പറഞ്ഞു 6 മാസം വെറുതെ ഇരിക്കുന്ന സമയം കളഞ്ഞിട്ട് വെറുതെ ഇന്നിവിടെ സിനിമ കാണുമായിരുന്നു ചുമ്മാ ഇരുന്നിട്ട്. അപ്പം പറഞ്ഞു ചുമ്മാ ഇരുന്ന് സിനിമ കാണാതെ എന്തിനും പഠിച്ചുകൂടെ, ഇവിടെ വന്നിരുന്നിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഒരു തിരിച്ചറിവുണ്ടായി. അപ്പം ഞാൻ കുറച്ച് കാര്യം പഠിച്ചു. അന്നാണ് ഞാൻ ബാഷ് സ്ക്രിപ്റ്റിംഗ് ആദ്യമായിട്ട് പഠിക്കുന്നത്. എൻ്റെ കൂടെയുള്ള സോണി സാറാണ് എനിക്ക് അതിനുള്ള എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ കയ്യിലൊരു ടാസ്ക് ഉണ്ട്, ഇത് നമ്മൾ ആരും ഇവിടെ ആർക്കും അറിയത്തില്ല ബാഷ് സ്ക്രിപ്റ്റിംഗ്, അത് പഠിച്ചിട്ട് വന്നാൽ ഇത് തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ബാംഗ്ലൂർ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 10,000 രൂപ കൊടുത്ത് പോയി പഠിച്ച് ആ ടാസ്ക് ഏറ്റെടുത്തു. ഒരു ഡേറ്റാബേസ് ബാക്കപ്പ് എടുക്കലായിരുന്നു. ഒരു 100 ഡേറ്റാബേസിൻ്റെ ബാക്കപ്പ് എടുക്കണമായിരുന്നു. അത് ഭയങ്കര സംഭവമായിരുന്നു. അന്ന് ഞാനത് 5 മിനിറ്റ് കൊണ്ട് തീർത്തു. എന്ന് വെച്ചാൽ എക്സിക്യൂഷൻ 5 മിനിറ്റ് എടുത്തു. അത് ഒരു മാനുവൽ സോഫിസ്റ്റിക്കേറ്റ് ഒന്നുമല്ല, എന്നാൽ കാര്യം നടക്കും. മാനുവലി പോയി ചെയ്യുന്ന പണി ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ അത് ചെയ്തു. പിന്നെ അതിന് ശേഷം പിന്നെ കുറച്ച് AWSൻ്റെ ആക്സസ് തന്നു, കുറച്ച് AWS സർവീസസ് ഒക്കെ പഠിച്ചു അവിടെ നിന്ന്. പിന്നെ ഞാൻ ഇവിടെ കൊച്ചിയിലേക്ക് വന്നു. കൊച്ചിയിൽ വന്നപ്പോൾ ഇത് തന്നെ പരിപാടി, സിനിമ കാണൽ. കാരണം നൈറ്റ് ഷിഫ്റ്റ് ആയിരിക്കും കൂടുതലും, മോണിറ്ററിങ് ആയിരുന്നു, ഓപ്പറേഷൻസ് ആയിരുന്നു, വെറും ബോറിംഗ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഒന്നും ചെയ്യാനൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കുറേ സിനിമകൾ നമ്മൾ ഡ്രൈവിൽ തന്നെ എല്ലാവരും ഇങ്ങനെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് കാണും, കുറച്ച് നേരം ഫുഡ് കഴിക്കും, ചിലപ്പോൾ 2 മണിക്കൂറൊക്കെ കിടന്ന് ഉറങ്ങും. ഞാൻ ഉറങ്ങിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. 4 മണിക്കൊക്കെ ഉറക്കം വന്നപ്പോൾ എന്താ അന്നൊക്കെ സർവ്വ അടിച്ചു പോയിരുന്ന എന്താ അവസ്ഥ എന്ന് അറിയത്തില്ല. അപ്പം അങ്ങനെ പോയിരുന്നപ്പോഴാണ് ഇപ്പോൾ ലാറ്റ്വിയയിലേക്ക് വന്നത്. പിന്നെ ഇവിടെ വന്നതിന് ശേഷം ആക്സഞ്ചർ ജോയിൻ ചെയ്തു. ആക്സഞ്ചർ ജോയിൻ ചെയ്തതിന് ശേഷം ആണ് വഴിത്തിരിവ്. ഞാൻ ആദ്യം തന്നെ ഒരു 2 ആഴ്ചത്തെ ബൂട്ട് ക്യാമ്പ് ഉണ്ടായിരുന്നു. എൻ്റെ തല പൊളിഞ്ഞു സത്യം പറഞ്ഞാൽ. എനിക്ക് ലാപ്ടോപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കിത് വീട്ടിൽ വന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ അറിയത്തില്ല, പറ്റുന്നില്ല. അപ്പം പഠിപ്പിക്കുന്നുണ്ട്, അവിടെ വെച്ച് കളഞ്ഞിട്ട് ഇവിടെ വീട്ടിൽ വരിക, പിന്നെ നെക്സ്റ്റ് ഡേ വീണ്ടും പോകുന്നത് ഫ്രഷ് മൈൻഡുമായിട്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പ്രോജക്റ്റ് ചെയ്തു പോകുന്നുണ്ട്. ഞാനാണെങ്കിൽ ലാഗ് ചെയ്യുന്നു, മിസ്റ്റേക്കുകളോട് മിസ്റ്റേക്ക്, മൊത്തം തെറ്റ്. അപ്പം ഞാൻ എന്നെ കാരണം കുറേ നേരം ക്ലാസ് വെറുതെ സ്റ്റക്കായി നിന്നിട്ടുണ്ട്, കാരണം എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ലാസ്റ്റ് വന്നപ്പോൾ 10 പേരെ ബൂട്ട് ക്യാമ്പിനകത്ത് 4 പേരെ സെലക്ട് ചെയ്തു. 4 പേരിനകത്ത് ഒരു പെൺകുട്ടി പറഞ്ഞു ആ ഓഫർ പറ്റില്ല, ഞങ്ങൾക്ക് 150 യൂറോളായിരുന്നു, വെച്ചാൽ 15,000 രൂപ. അതിൻ്റെ വാടക പോലും തികയത്തില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ എന്താ പറയുക, അയാൾ പോയി. അങ്ങനെ പോയപ്പോൾ ഞങ്ങൾ 3 പേരെ എടുത്തു. എന്ന് വെച്ചാൽ വേറെ ഒരു കാര്യമില്ല, ജോയിൻ ചെയ്തോളം പറഞ്ഞ ആക്സഞ്ചറിൽ. അതിനുശേഷം പിന്നെ ഉണ്ട് സ്ട്രഗിൾ എന്ന് വെച്ചാൽ, ആക്സഞ്ചറിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ അതിൻ്റെ പ്രോജക്റ്റ് ഉണ്ടാക്കണം. എന്ന് വെച്ചാൽ ആക്സഞ്ചർ നമ്മളെല്ലാം വിചാരിക്കുന്ന പോലെ ഒരു IT കമ്പനി ഒന്നുമല്ല, അതൊരു കൺസൾട്ടിങ് കമ്പനിയാണ്. ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് ആണ്. എന്ന് വെച്ചാൽ മേജർ കമ്പനീസ് വന്നിട്ട് ഇവിടെ സൊല്യൂഷൻസ് ഔട്ട്സോഴ്സ് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ ഒരുപാട് പ്രോജക്ട്സ് ഉണ്ടാകും. ആക്സഞ്ചർ നമുക്ക് വേണ്ടി സാലറി തരുന്നില്ല, പ്രോജക്ട്സിലേക്ക് മാറണം. 3 മാസം വരെ സമയം തരും, അതിനുള്ളിൽ കയറിയില്ലെങ്കിൽ ഔട്ട്. അപ്പം നമുക്ക് സ്ട്രഗിളായി. അപ്പം നമ്മൾ എന്ത് ചെയ്യും, എല്ലാ ദിവസവും ഓഫീസിൽ പോയി പഠിക്കണം. പഠിക്കുന്നത് വെച്ചാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ, എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും. നാളെ നെക്സ്റ്റ് ഡേ നമുക്ക് ഡെയിലിയിൽ പറയണം നമ്മൾ ഇന്ന പഠിച്ചു എന്നൊക്കെ പറയണം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്കൊരു പ്രോജക്റ്റ് കിട്ടി. ഇൻറ്റേർണൽ പ്രോജക്റ്റ് ആയിരുന്നു. ഒരു ക്ലൗഡ് എയർ എന്ന് പറഞ്ഞിട്ടൊരു ഇൻഫ്രാസ്ട്രക്ചർ സെറ്റ് ചെയ്യുന്നത് ഡേറ്റ അനാലിസിസിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്തു തുടങ്ങിയപ്പം കുറേയൊക്കെ പഠിച്ചു വന്നപ്പോൾ എൻ്റെ കൂടെ ഒരു മെൻറ്റർ ഉണ്ടായിരുന്നു. നമുക്കൊരു മെൻറ്ററെ അസൈൻ ചെയ്യും ആക്സഞ്ചർ. ആ മെൻറ്റർ എന്ന് പറഞ്ഞാൽ ജോർജ്. ആൾ നല്ല രസമാണ്. ആൾ പ്രായമായി, പക്ഷേ ആളിപ്പോഴും സൈക്കിളിലാണ് വരുന്നത്. തണുപ്പത്തായാലും മഞ്ഞത്തായാലും സൈക്കിളാണ് വരുന്നത്. ഒരു പ്രാവശ്യം തണുപ്പത്ത് കണ്ട് വീണിട്ട് കാലെന്തോ ഒന്ന് പ്രശ്നമായെന്ന് തോന്നുന്നു. അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പറഞ്ഞുതരും. ഞാൻ ചോദിക്കും എന്താ ഇത് ഇങ്ങനെ എറർ വന്നെന്ന് പറയുമ്പോൾ ആളിങ്ങനെ നോക്കിയിട്ട് പറയും ആ എറർ അങ്ങനെ ഫിക്സ് ചെയ്തില്ല. ആൾ പറയും അത് അങ്ങനെയാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ട്രബിൾ ഷൂട്ട് ചെയ്ത് തരും. അങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടിയിട്ട് രാത്രി 10 മണി വരെ ഓഫീസിൽ ഇരുന്നിട്ടുണ്ട് എനിക്ക് വേണ്ടിയിട്ട് ആ ട്രബിൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. അവിടെ നിന്നാണ് ഞാൻ ട്രബിൾ ഷൂട്ടിങ് എന്താണ് പഠിക്കുന്നത്. അയാളുടെ സ്കില്ല് ഭയങ്കര രസമാണ്. അയാളിലൂടെയാണ് ഞാൻ പറഞ്ഞത് ട്രബിൾ ഷൂട്ടിങ് എന്താണ്, എവിടെയാണ് ആദ്യത്തെ ഹിറ്റ് നോക്കേണ്ടത്, എങ്ങനെയാണ് ഇതിൻ്റെ ചെയിൻ ട്രേസ് ബാക്ക് ചെയ്ത് പോകേണ്ടതെന്നുള്ളത് പഠിക്കുന്നത് അയാളിലൂടെയാണ്. ഞാനിപ്പോഴും കടപ്പെട്ടിരിക്കുന്നു. അവിടുന്ന് അങ്ങോട്ട് നെക്സ്റ്റ് പ്രോജക്റ്റ് ഫോക്സ് വാഗൻ. ഫസ്റ്റ് ഇൻ്റർവ്യൂ തന്നെ പാസ്സായി. ഫോക്സ് വാഗനിലൊരു ഇൻറ്റേൺഷിപ്പ് എന്ന് വെച്ചാൽ ഒരു ട്രെയിനി ജോബ് ആയിരുന്നു. അവിടെ നിന്ന് ഫോക്സ് വാഗനിൽ 2 മാസം ജോയിൻ ചെയ്തതിന് ശേഷം പ്രോജക്റ്റിൻ്റെ അപ്രൂവൽ വന്നു, നമ്മളെ ആക്സഞ്ചർ ഹയർ ചെയ്തു. അങ്ങനെ 2019 മെയ് മുതൽ ആക്സഞ്ചറിന് എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് ഫോക്സ് വാഗൻ്റെ ഫസ്റ്റ് പ്രോജക്റ്റ് ഇപ്പോഴും ഞങ്ങളുടെ കഴിഞ്ഞ പ്രാവശ്യം മീറ്റിംഗ്, അതായത് 3 വർഷം മുമ്പ് ഞങ്ങൾ പിരിഞ്ഞ ടീം ഇപ്പോഴും പരിപാടികൾ നടത്തുന്നു. ജർമ്മനിയിലൊക്കെ ക്ലയൻറ്റ് വരുന്ന ആൾക്കാർ വരുന്ന സമയത്ത് നമ്മൾ ഒന്നിച്ച് പരിപാടിക്കൊക്കെ പോകാറുണ്ട്. എന്ന് പറഞ്ഞാൽ 3 വർഷം ഒരേ പ്രോജക്റ്റ്, അതിനകത്ത് ലാസ്റ്റ് വന്നപ്പോൾ ടീം ലീഡായി. പക്ഷേ എന്നിരുന്നാലും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റില്ല. പക്ഷേ എങ്ങനെയാണ് ടീം കൊളാബറേഷൻ എന്നുള്ളത് പഠിച്ചു. ഞങ്ങൾ 18ഓളം ക്ലസ്റ്റർ ഉണ്ടായിരുന്നു. PI പ്ലാനിങ് അതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കിയത് അവിടെ നിന്നാണ്. പിന്നെ അവിടെ നിന്ന് പിന്നെ 3 പ്രോജക്ട്സ്. ഇപ്പോൾ ആണ് ജർമ്മൻ പ്രോജക്ട്സിൽ വർക്ക് ചെയ്യുന്നത് വേറെണ്ണം.
അതിനു മുമ്പ് ഒരു സ്വീഡിഷ് പ്രോജക്റ്റ്, അതിനു മുമ്പൊരു UK, പിന്നൊരു ചെറിയ ചെറിയ പ്രോജക്ട്സാണ് അതൊക്കെ. ലോങ് ടേമിൽ നിന്നിട്ട് ഇപ്പോൾ നിൽക്കുന്ന പ്രോജക്റ്റിന് ഫോക്സ്വാഗനാണ് കൂടുതൽ നാൾ നിന്നിട്ടുണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ പ്രോജക്റ്റിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പണിയെടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പണി പെട്ടെന്ന് തീർക്കുന്നു എന്നാണ് അർത്ഥം. എനിക്ക് രാവിലത്തെ പണി എനിക്ക് ടിക്കറ്റ് ഒന്നും അസൈൻ ചെയ്തത് എനിക്ക് പെൻഡിങ് അല്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലയോ, നമ്മൾക്ക് ലോജിക്ക് അറിയാം, ട്രബിൾ ഷൂട്ട് ചെയ്യാനും അറിയാമെങ്കിൽ നമ്മൾ എന്തിനാണ് വെറുതെ സ്പെൻഡ് ചെയ്യുന്നത് ഒരുപാട് സമയം? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് സാധനം ഫിക്സ് ചെയ്യുന്നു, നമ്മളുടെ ടാസ്ക് ക്ലോസ് ചെയ്യുന്നു, വെറുതെ ഇരിക്കുന്നു. ആ സമയത്ത് മറ്റുള്ളവർ ഞാൻ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കും, ഞാനിതിനെ ഇത്രയും പെട്ടെന്ന് ടാസ്ക് തീർത്തതെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. കാരണം അവർ ഓരോ തവണയും മീറ്റിങ്ങിൽ വന്ന് പറയുന്നത്, ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു, അത് വർക്ക് ചെയ്യുന്നില്ല, ഞാൻ ഇതൊന്ന് ചെയ്ത് നോക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ചെയ്യാൻ ഇത്രയും സമയം എടുക്കുമോ? നമുക്കറിയാലോ എന്താണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഞാൻ വിചാരിക്കും, പിന്നെ എൻ്റെ പണി ഞാൻ ഇത്ര നീട്ടിയെന്ന് പറഞ്ഞാലോ? ഞാൻ വന്ന് പറഞ്ഞെന്താ, ഐ ഹാവ് ഡൺ ദ ടാസ്ക് ആൻഡ് ഐ എം വെയിറ്റിംഗ് ഫോർ ദ നെക്സ്റ്റ് വൺ ആൻഡ് ഐ വിൽ ബി ഡോക്യുമെൻറ്റിങ് ദ സെയിം. ഇത്രയേ ഉള്ളൂ. പരിപാടി കഴിഞ്ഞു. 3-4 സെക്കൻഡ് കഴിയുന്ന പരിപാടി അവർ പറയുന്നത് കുറേ സമയം എടുക്കും, 1 മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ എടുക്കും. അപ്പോൾ ആൾക്കാർ ചോദിക്കും. ഇന്നാളൊരു പെൺകുട്ടി ഉണ്ട് കേട്ടോ, ഞാനൊരു പ്രോജക്റ്റ് ചെയ്യുന്നപ്പോൾ ഇവൾ ഫസ്റ്റിലത്തെ എല്ലാ പ്രശ്നവും എന്താ പറയുക, ഡെയിലി സ്റ്റാൻഡപ്പിൽ സംസാരിക്കുന്നതിനകത്ത് ഏറ്റവും കൂടുതൽ ആ പെൺകുട്ടിയാണ്, ഏറ്റവും കൂടുതൽ. അങ്ങനെ എന്ത് ചെയ്തു, അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഭയങ്കര സംഭവമാണല്ലോ, കുറേ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കൊച്ചു ഒരുപാട് പണി ചെയ്യുന്നുണ്ടാവും അല്ലേ. എൻ്റെ ജൂനിയറാണ്, എൻ്റെ ഈ പറഞ്ഞ ഗിൽഡിലുള്ളതാണ്. അപ്പോൾ ഞാനാണ് ട്രെയിൻ ചെയ്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഭയങ്കര സംഭവമല്ലേ, ഈ പ്രോജക്റ്റ് ഇത്ര അടിപൊളിയാണെന്ന് വിചാരിച്ച് അങ്ങനെ എന്ത് ചെയ്തു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ആ കുട്ടിക്ക് പ്രൊമോഷൻ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പ്രൊമോഷൻ കാൻഡിഡേറ്റായിട്ട് സജഷൻ ചെയ്തു. അതായത് ഞാൻ പറഞ്ഞു എനിക്ക് വലിയതായിട്ട് പ്രോജക്റ്റിനൊക്കെ അരിഞ്ഞ് ചെയ്തില്ല, പക്ഷേ ഈ കുട്ടി പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവുന്ന, എന്തായാലും ഇതിൽ ഡിസർവിങ് ആണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കൊടുത്തു. അതിനുശേഷം ഞാനൊരു 2 മാസം കഴിഞ്ഞു. അതിനുശേഷം പ്രോജക്റ്റ് നമ്മളിങ്ങനെ ഒരു ടാസ്ക് അസൈൻ ചെയ്യുന്ന സമയത്ത് ഒരു ഇമേജ് ബിൽഡിങ്, അതായത് ഡോക്കർ ഇമേജ് ബിൽഡ് ചെയ്യുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഓട്ടോമേറ്റ് ചെയ്യാനാണ് നമ്മുടെ ടാസ്ക്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരുന്ന ഒരാളെ നമ്മളിങ്ങനെ നോളജ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അങ്ങനെയെന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പം മറ്റേ ആൾ അതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അപ്പം ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ നിങ്ങൾ എവിടെ നിന്ന് ചെയ്യുന്നത്, നിങ്ങളുടെ റെപ്പോസ്റ്റ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറയാം, ഇതൊന്നും ഞങ്ങൾ ചെയ്യാറില്ല. ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ URL, ഞങ്ങൾക്കൊരു വെബ്സൈറ്റ് ഉണ്ടാകും, വെബ്സൈറ്റിനകത്ത് ഡേറ്റ ആഡ് ചെയ്ത് കൊടുക്കും, ഒരു ബട്ടൺ ഞെക്കും, പരിപാടി കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ, ഇതിൻ്റെ അപ്പുറത്തേക്ക് ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അന്നേരമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറഞ്ഞ കഥ പറയലെല്ലാം ചുമ്മാതായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ അത് ചെയ്തു, ഞാൻ ഇന്ന് 2 സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റ് ചെയ്തു, മറ്റേ സർട്ടിഫിക്കറ്റ് എക്സ്പയർ ആകാൻ പോകുന്നു, എക്സ്പയർ ആയ സർട്ടിഫിക്കറ്റിൻ്റെ അടുത്ത് ഇങ്ങോട്ടിട്ടു, ഒന്നുമില്ല. സർട്ടിഫിക്കറ്റ് മാനേജ്മെൻ്റ് ആണ് അവരുടെ ജോലി. അതെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അവർക്ക് ഡോക്യുമെൻ്റ് ചെയ്യണം. ഒന്ന് സർട്ടിഫിക്കറ്റ് എക്സ്പയർ ആകുന്ന ഡേറ്റ് ഡോക്യുമെൻ്റ് ചെയ്യണം. അത് ചെയ്യാൻ നിങ്ങൾക്ക് എത്ര സമയം എടുക്കും പറയും? 1 മിനിറ്റ് വേണം. അതുകൂടാതെ നിങ്ങൾക്കൊരു പൈപ്പ് ലൈൻ്റെ ഒരു ബട്ടൺ ഞെക്കാൻ എത്ര സമയം വേണം? നിങ്ങളൊന്നും ചെയ്യണ്ട, ജസ്റ്റ് ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് അത് അപ്ഡേറ്റ് ആയി നിങ്ങൾക്ക് കണ്ണുകൊണ്ടൊന്ന് കണ്ട് ഉറപ്പ് വരുത്തിയാൻ നിങ്ങൾക്ക് എത്ര സമയം വേണം? അതിനാണെന്ന് പറയുന്നത്. ഞാൻ അതിനകത്ത് ABC എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റ് ചെയ്തു, 1, 2, 3 അപ്ഡേറ്റ് ചെയ്തു. ഓരോ സർട്ടിഫിക്കറ്റ് എടുത്തെടുത്ത് പറയുന്ന കാര്യം പറയുമ്പം നീണ്ടു പോവാണ് സമയം. ആൾ സംസാരിക്കുന്ന 2-3 മിനിറ്റാണ് ഡെയിലി സ്റ്റാൻഡപ്പിൽ. ഒരാൾക്ക് അത്രയും പോലും കിട്ടത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും, മറ്റുള്ളവർ പറയും നല്ല ജോലിയാണ്, ഗുഡ് ജോബ് എന്നൊക്കെ പറയും, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയും എന്നൊക്കെ പറയും. അപ്പോഴാണ് നമ്മൾ പോയി പറയുന്നത് ഞാൻ എൻ്റെ പണി കഴിഞ്ഞു, ഞാനിത് അടുത്തേക്ക് വെയിറ്റ് ചെയ്യണമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആൾക്കാരേക്ക് ഞാനൊന്നും ചെയ്തില്ല എന്ന് വിചാരിക്കും. അപ്പോൾ ഇതാണ് ശരിക്കും അവസ്ഥ. അപ്പോൾ ഇന്നും എൻ്റെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. ആ ടാസ്ക് ഞാൻ രാവിലെ എണീക്കാത്തതുകൊണ്ട് കോളിൽ ജോയിൻ ചെയ്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്തിട്ട് ഞാൻ ചേർക്കാമെന്ന് പറഞ്ഞു. ഇപ്പോഴും ഞാൻ ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ നാളെ രാവിലെ എണീക്കുമ്പോൾ ചെയ്യും. അതിനുശേഷം നാളെ വെള്ളിയാഴ്ച ആണല്ലോ, വെള്ളിയാഴ്ചകളിൽ അധികം ആരും സ്റ്റാറ്റസ് അപ്ഡേറ്റ് ഒന്നും ചോദിക്കാറില്ല. അതുമല്ല ആരും ചെയ്യാൻ പാടില്ല സത്യം പറഞ്ഞാൽ പ്രൊഡക്ഷനിലൊന്നും. അതുകൊണ്ട് നമുക്ക് എന്താ ഫ്രീഡം ഉണ്ട്. വെള്ളിയാഴ്ചകളിൽ ഡു നോട്ട് ടച്ച് എനിത്തിങ്. നിങ്ങൾ ശനിയും ഞായറും സമ്മാനത്തിൽ കിടന്ന് ഉറങ്ങിക്കോ, അല്ലെങ്കിൽ നിങ്ങളുടെ അതേ സമ്മാനം പോകും രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. അതുകൊണ്ട് വെള്ളിയാഴ്ചകൾ കമ്പനികളൊന്നും പ്രൊഡക്ഷൻ ഡിപ്ലോയ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. നമ്മളുണ്ടെങ്കിൽ തന്നെ പറയും ആക്സിഡൻറ്റിൻ്റെ സ്റ്റാൻഡേർഡ്സ് അങ്ങനെയല്ലെന്ന് പറയും. അപ്പം വർക്ക് ചെയ്യുന്നത് എങ്ങനെ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യാം. നിങ്ങൾ ചുമ്മാതെ കോഡ് എഴുതി ഞാൻ അവിടെ കിടന്ന് ഭയങ്കര പണിയെടുത്തു പക്ഷേ കമ്പനി എനിക്കൊന്നും തരുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? കമ്പനി അങ്ങനെ പറയുന്നില്ല. നിങ്ങൾ അങ്ങനെ കിടന്ന് 10 പണിയുടെയൊക്കെ പറയുന്നില്ലല്ലോ. കമ്പനിക്ക് വേണ്ടത് നല്ല സ്കിൽഡ് എംപ്ലോയീസ് ആണ്. ആ സ്കില്ല് നിങ്ങൾക്കുണ്ടെന്ന് പ്രൂവ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ അവിടെ ഇരിക്കുന്നത്. പിന്നെ നിങ്ങൾ പറയരുത് എന്നെ പ്രഷർ ചെയ്ത് കമ്പനി കൊല്ലുക എന്ന് പറയരുത്. നിങ്ങൾ അത് ഡിസർവ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾ മര്യാദയ്ക്ക് പഠിക്കുന്നില്ല. എന്നുവെച്ചാൽ ഡെയിലി അപ്ഡേറ്റ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. IT എന്നല്ല ഏതൊരു മേഖലയായാലും അങ്ങനെ തന്നെയാണ്. സോ കീപ്പ് അപ്പ് ദ വർക്ക്. ഞാൻ പറയുന്നുണ്ട് IT ബാക്ക്ഗ്രൗണ്ട് ഒരിക്കലും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ എങ്ങനെ ആയിക്കോട്ടെ, നെവർ മൈൻഡ്, നിങ്ങൾ എവിടെ നിന്ന് വന്നു എന്നിട്ട് നിങ്ങളുടെ താല്പര്യം ഉണ്ടല്ലോ, ആ താല്പര്യം വെച്ചിട്ട് മുന്നോട്ട് പോയാൽ മതി. IT
ഇപ്പോഴും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊന്നും ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല, ഷെഫായിട്ട് വന്ന ആൾക്കാരുണ്ട്. പിന്നെ അതേപോലെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ട്. ഇവർക്കൊന്നും IT ആയിട്ട് ബന്ധമൊന്നുമില്ല, ജസ്റ്റ് കമ്പ്യൂട്ടർ ഉപയോഗിക്കാന്നുള്ള ഒരു മാത്രമേ ഉള്ളൂ. സോ ഇൻട്രസ്റ്റ് മാറ്റേഴ്സ്, എവറിത്തിങ് ഇൻട്രസ്റ്റ് മാറ്റേഴ്സ്. നിങ്ങളുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടോ നിങ്ങളുടെ ക്വാളിഫിക്കേഷനോ ഒന്നും പ്രശ്നമല്ല. IT എന്ന് പറഞ്ഞാൽ സ്കിൽ ബേസ്ഡ് ആണ്. അതുകൊണ്ട് ഒന്നുകൂടെ ഞാൻ പറയുന്നു, നിങ്ങൾ ഒരുപാട് നാൾ ഒരു കമ്പനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിങ്ങൾ പറയും എനിക്ക് 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, എനിക്ക് ഹയർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുറ്റമാണത്. എന്തിനാണ് നിങ്ങൾ 10 വർഷമൊക്കെ ഒരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത്? കമ്പനിയിൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അതിന് എത്ര വർഷം വർക്ക് ചെയ്താലും ആ പ്രോഡക്റ്റ് മാറാൻ പോകുന്നില്ല. ചിലപ്പോൾ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുമായിരിക്കും, ഒരു സാധനം ഒന്ന് ആഡ് ചെയ്യുമായിരിക്കും. പക്ഷേ എന്നിരുന്നാലും ലേണിംഗ് സ്പ്രീ എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആണ്. എനിക്കറിയുന്നത്, ഞാൻ കൊച്ചിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്ത് 11 വർഷം ആ കമ്പനി തുടങ്ങിയ സമയത്ത് മുതൽ വർക്ക് ചെയ്ത എംപ്ലോയീസ് ഇപ്പോഴും ആ കമ്പനിയിലുണ്ട്. ഞാൻ അന്ന് വർക്ക് ചെയ്യുമ്പം ആ 11 വർഷമായി കഴിഞ്ഞിട്ട് ഞാൻ ആലോചിച്ചു, ഇവനിപ്പോൾ എക്സിറ്റ് ആയി കഴിഞ്ഞ് കമ്പനി പുറത്താക്കിയാൽ ഇവരെന്താ ചെയ്യാൻ പോകുന്നത്? കാരണം അവർ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരേ ഒരു ടൂളാണ് AWSലെ 3 സർവീസ്, റെഡ് ഷിഫ്റ്റ്, പിന്നെ അതേപോലെ ഏതൊരു 2 സർവീസ് കൂടെ. ആ 3 സർവീസ് മാത്രമാണ് അവർ 11 വർഷം ഇങ്ങനെ ചുരണ്ടിക്കൊണ്ടിരുന്നത്. പിന്നെ അവർക്ക് ആരാ ജോലി കൊടുക്കുക? ഒരിക്കലും കിട്ടത്തില്ല ആ ജോലിയൊന്നും. അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് ഡ്യൂറേഷൻ അല്ല, സ്കില്ലാണ്. നിങ്ങൾ 1 വർഷം കൊണ്ട് 10 സ്കില്ല് പഠിക്കുന്നതും 10 വർഷം കൊണ്ട് 10 സ്കില്ല് പഠിക്കുന്ന വ്യത്യാസമുണ്ട്. നിങ്ങളുടെ ഡ്യൂറേഷൻ ഒരിക്കലും നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ കൗണ്ടായിട്ട് കൂട്ടരുത്. ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങളുടെ ഇയേഴ്സ് പറയുന്നത്, ഞാൻ 10 വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഞാൻ പറയും നിങ്ങൾ ഇയേഴ്സ് അവിടെ വെച്ച് നിങ്ങൾക്ക് എന്തറിയാം? നിങ്ങളുടെ CV അയച്ചാൽ തരുമ്പോൾ നോക്കുമ്പോൾ സ്കിൽ സെറ്റ് നോക്കുമ്പോഴാണെങ്കിൽ ഗുഡ് ഇൻ കമ്മ്യൂണിക്കേഷൻ, ഗുഡ് ഇൻ ഇൻ്റർപേഴ്സണൽ സ്കില്ല്, ടീം വർക്ക്, ഇത് നിങ്ങളുടെ സ്കില്ല് എവിടെ? ഇപ്പോൾ ഞാൻ പറയുന്നത് ടെക്നിക്കൽ സ്കില്ലല്ല ഞാൻ പറയുന്നത്, നിങ്ങളുടെ കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ് നിങ്ങളെവിടെ? നിങ്ങളുടെ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് സ്കില്ല് എവിടെ? നിങ്ങളുടെ ടൈം മാനേജ്മെൻറ്റ് എവിടെ? നിങ്ങളുടെ എന്തൊക്കെ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. അതായത് നിങ്ങളുടെ ബിസിനസ് അനാലിസിസ് സ്കില്ല് എവിടെ? നിങ്ങളുടെ എക്സൽ സ്കില്ല് എവിടെ? ഇതൊക്കെയാണ് വേണ്ടത്. അല്ലാതെ നിങ്ങൾക്ക് ഒരു IT ഒരുപാട് കമ്പ്യൂട്ടർ ടൂളുകൾ പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയല്ല ഒരിക്കലും ചെയ്യേണ്ടത്. നിങ്ങളുടെ സ്കിൽ സെറ്റ് ആദ്യം സെറ്റ് ചെയ്യുക. ആ സ്കിൽ സെറ്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് 1-2 കാര്യങ്ങളിലൂടെ പോകുന്നതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതായത് അതാണ് സ്കില്ല്. ഇപ്പം ഞാൻ എല്ലാവരും പറയും ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലാതെ എങ്ങനെയാണ് ഞങ്ങൾക്ക് CVയിൽ ആഡ് ചെയ്യാൻ പറ്റുന്നത്, അപ്പോൾ കമ്പനികൾ എങ്ങനെയാണ് ഹയർ ചെയ്യുന്നത്? നിങ്ങളുടെ സ്വന്തം പ്രോജക്റ്റ് ഉണ്ടാക്കുന്നത്. ഞാൻ എൻ്റെ ആക്സെഞ്ചറിൽ ഞാൻ 7 വർഷം വർക്ക് ചെയ്തിട്ട് കിട്ടാത്ത എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ 2 മാസം കൊണ്ടുണ്ടാക്കിയത്. അതും ഇന്നലെ 1.5 മണിക്കൂർ കൊണ്ട് 1.5 ദിവസം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലൊരു 10 ടെക്നോളജിക്കൽ സ്കിൽ എൻ്റെ CVയിലേക്ക് കയറി. ഇപ്പം എൻ്റെ ശരിക്കും പറഞ്ഞാൽ CV ഒരു പേജിലും നിൽക്കത്തില്ല, ഓവർഫ്ലോ ചെയ്യും. ആ ഓവർഫ്ലോ ചെയ്യുന്നതിനകത്ത് എനിക്ക് ആക്സെഞ്ചറിൻ്റെ സ്കില്ല് മാറ്റി വെക്കാം. കാരണം അതിനകത്ത് വലിയ സംഭവമൊന്നുമില്ല. എനിക്ക് സ്വന്തമായിട്ട് ചെയ്ത പ്രോജക്റ്റ് തന്നെ എനിക്ക് ഒരുപാട് കഥ പറയാനുണ്ട്. API കുറിച്ച് പറയാനുണ്ട്, HTTP കുറിച്ച് പറയാനുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സാധനങ്ങൾ. എൻജിനെക്സ് ഒന്നും ഒരു പ്രോജക്റ്റിൽ ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല. എൻജിനെക്സിനെ കുറിച്ച് പറയാനുണ്ട്, ഡോക്കറിനെ കുറിച്ച് പറയാനുണ്ട്. എന്ന് പറഞ്ഞാൽ എൻ്റെ CV ഇപ്പോൾ എൻ്റെ സ്വന്തം പ്രോജക്റ്റ് കൊണ്ട് മാത്രം ഓവർഫ്ലോ ചെയ്യും, മറ്റുള്ളതൊക്കെ എനിക്ക് മാറ്റി വെക്കാം. എന്ന് പറഞ്ഞ പോലെ നിങ്ങളൊരു പ്രോജക്റ്റ് നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുക, എന്നാലും നിങ്ങൾ പഠിക്കുള്ളൂ. ഇപ്പം ഞാൻ ഈ ചെയ്തതിൻ്റെ കഥയൊന്നും എനിക്ക് കമ്പനി പോയി പറയാൻ പറ്റില്ല, കാരണം അവർക്കതൊന്നും അറിയില്ല. ആക്സെഞ്ചർ എന്ന് പറഞ്ഞാൽ ഒരു നമുക്ക് കിട്ടുന്ന ജോലി എന്ന് പറഞ്ഞാൽ ഒരു സർട്ടൺ ജോലി ആയിരിക്കും, അത് ചെയ്യാൻ പോവുക, അതിൻ്റെ അപ്പുറത്തേക്ക് പറയില്ല. നിങ്ങൾക്ക് വേറെ കാര്യത്തിൽ അതുകൊണ്ടാണ് സ്റ്റാർട്ടപ്പിൽ തുടങ്ങണം. നിങ്ങൾ സ്റ്റാർട്ടപ്പിൽ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൈകടത്താം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ടെക്നോളജികൾ നിങ്ങൾ 10-20 വർഷമുള്ള ആൾക്കാരോട് സംസാരിച്ച് പറയും ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ, എന്തായാലും നിങ്ങൾ അതൊന്ന് പറഞ്ഞുതരാൻ പറയും. കാരണം ആ ടെക്നോളജി അവർ ഇതുവരെ വർക്ക് ചെയ്തില്ല, വർക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം അങ്ങനെ ഒരു സ്കോപ്പ് ആക്സെഞ്ചറിൽ ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ എനിക്ക് കൈയടത്താം, എൻ്റെ സ്വന്തം പ്രോജക്റ്റാണ്, എനിക്ക് എത്ര വേണം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എത്ര വേണം ഡിപ്ലോയ് ചെയ്യാം, പ്രശ്നമില്ല, ലേണിങ് പറ്റും. അപ്പം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കയ്യിൽ നിന്ന് ഇഷ്ടം പോലെ എടുത്ത് അങ്ങ് ചിലവാക്കും. ഇപ്പം എനിക്ക് വേണമെങ്കിൽ ഇപ്പം ഞാൻ സർട്ടിഫിക്കേഷൻ എടുക്കാറില്ല. സർട്ടിഫിക്കേഷൻ എടുക്കുന്നത് മണ്ടത്തരമാണ് കേട്ടോ. നിങ്ങൾ സർട്ടിഫിക്കേഷൻ ഒരിക്കലും പോരുത്. സർട്ടിഫിക്കറ്റ് എടുത്താൽ നിങ്ങൾക്ക് എന്തോ കഴിവുണ്ടെന്ന് നിങ്ങൾ ആരോ പ്രൂവ് ചെയ്യാണ്. അപ്പോഴാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ പ്രഷർ ഉണ്ടാകുക. കമ്പനി എന്നെ എടുത്ത് ഹറാസ് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള സർട്ടിഫിക്കേഷൻ കാരണമാണ്. ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ എപ്പോഴും സ്കിൽഡ് ആയതിനു ശേഷം മാത്രമേ എഡ്യൂക്കേഷന് വേണ്ടി പോകാവുള്ളൂ. ഈവൻ മാസ്റ്റേഴ്സ് എടുക്കാൻ പോകുകയാണെങ്കിൽ തന്നെ നിങ്ങളൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കണം. അപ്പോഴാണ് നിങ്ങൾ ക്രെഡൻഷ്യൽ ഉണ്ടാവണം. എന്നാൽ മാത്രമേ, എന്ന് വെച്ചാൽ നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ആരും പറയത്തില്ല. ഇപ്പോൾ ഞാൻ ചോദിക്കും പൈത്തൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുമോ, ഞാൻ പഠിച്ചാൽ, ഞാൻ പറയും തരത്തില്ല, കാരണം എൻ്റെ ഇല്ല, അങ്ങനെ പഠിച്ചിട്ട് കാര്യം എന്താ. പക്ഷേ നിങ്ങൾക്ക് CVയിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യം ഞാൻ പറഞ്ഞുതരാം. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങളുടെ CVയിലേക്ക് നിങ്ങൾ ചെയ്തതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. അല്ലാതെ നിങ്ങൾ ഒരു ക്രെഡൻഷ്യൽ ഒരു സർട്ടിഫിക്കറ്റ് പോയി കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കുമോ പൈത്തനകത്ത് നിങ്ങൾക്ക് ഡെക്കറേറ്റേഴ്സ് അറിയാമോ, ഫംഗ്ഷൻസ് അറിയാമോ, അങ്ങനെ ചോദിക്കത്തില്ല. അത് ക്രെഡൻഷ്യൽ തന്നെയാണ് പറയുന്നത്. പൈത്തൻ്റെ നിങ്ങൾ മാസ്റ്റർ ആണെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ. അതുകൊണ്ടാണ് എപ്പോഴും നിങ്ങൾ സർട്ടിഫിക്കറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും കോപ്പി പേസ്റ്റ് ചെയ്യരുത്. example.com എന്ന് പറഞ്ഞാൽ എക്സാം ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ഒരിക്കലും നിങ്ങൾ റെഫർ ചെയ്യരുത്. അതൊക്കെ നിങ്ങളോട് തന്നെ ചെയ്യുന്നൊരു ഒരു മണ്ടത്തര ചതിയായിരിക്കും. അപ്പോൾ
നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ നിങ്ങൾ സ്വന്തമായിട്ട് പ്രോജക്ട്സ് ഉണ്ടാക്കി യു ഹാവ് ടു ബിൽഡ് യുവർ സെൽഫ്, ഡു മിസ്റ്റേക്സ് ആൻഡ് ട്രബിൾ ഷൂട്ടിംഗ് ആണ്. അല്ലാതെ നിങ്ങൾ ചുമ്മാ സക്സസ് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. സക്സസ് ഇല്ലാതെ എപ്പോഴും ഫെയിലാകും എന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങൾ ഫെയിൽ ചെയ്ത് ട്രബിൾ ഷൂട്ട് ചെയ്ത് അതിനെ ഫിക്സ് ചെയ്യും. അപ്പോൾ നിങ്ങൾ പഠിക്കും. അപ്പം മറ്റേത് നിങ്ങൾക്കൊരു സിംഗിൾ പൈപ്പ് ലൈൻ തരും, ആ പൈപ്പ് ലൈൻ കൊണ്ടിട്ട് കഴിഞ്ഞാൽ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല എന്താണ് ബിഹൈൻഡ് ദ സീൻ നടന്നതെന്നുള്ളത്. പക്ഷേ എറർ വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ക്ലൗഡിനിറ്റിൽ ഒരു എറർ വന്നായിരുന്നു. അതെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നോ, എനിക്ക് 2-3 മണിക്കൂർ എൻ്റെ പോയൊരു സാധനമാണ് ക്ലൗഡിനിറ്റിലെ ഒരു ചെറിയൊരു ഒരു സിംഗിൾ ഇൻഡൻറ്റേഷൻ ലൈൻ ഇങ്ങോട്ടൊന്ന് മാറിപ്പോയി. അതാണെന്ന് പറഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല. പക്ഷേ അതാണെന്ന് പറഞ്ഞില്ല എൻ്റെ അടുത്ത് സിസ്റ്റം ഷട്ട് ഡൗൺ ആയി. പിന്നെ പറയാണ് ഡ്യൂ ടു സം അൺഎക്സ്പെക്റ്റഡ് എറർ. പരിപാടി കഴിഞ്ഞു, തീർന്നു. ഞാൻ 2 മണിക്കൂർ കിടന്ന് നോക്കിക്കൊണ്ടിരിക്കുക. ഇനി എനിക്ക് ചെയ്യാനൊന്നുമില്ല. ഞാൻ വിചാരിച്ചു ഇതിനിപ്പം നടക്കില്ല, ഞാൻ വേറെ വഴി നോക്കാം, മാനസിബിൾ വഴി ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരുന്ന സമയത്ത് എനിക്ക് മറ്റേ ഡീപ് സീക്ക് ട്രബിൾ ഷൂട്ട് ചെയ്യാൻ വളരെ നല്ല ടൂള്. ChatGPT നല്ല ടൂള് ഡീപ് സീക്കാണ് ട്രബിൾ ഷൂട്ട് ചെയ്യാൻ. കുറേ ഡേറ്റ സെറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഡീപ് സീക്കിനോട് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് AWSൻ്റെ ക്ലൗഡിനിറ്റിൻ്റെ ലോഗ് ഫയൽ ഉണ്ടാക്കുന്നത് വേറൊരു സ്ഥലത്താണ്. ആ ലോഗ് ഫയൽ പോയി നോക്കിയപ്പോഴാണ് മനസ്സിലായത് എന്താണ് ശരിക്കുമുള്ള ആക്ച്വൽ പ്രോബ്ലം എന്നുള്ളത്. അല്ല നിങ്ങൾക്ക് ഒരിക്കലും ആ പറഞ്ഞ എക്സിക്യൂഷൻ റിസൾട്ട് ഒന്നും കാണാൻ പറ്റില്ല. അപ്പം ഞാൻ AWSൻ്റെ ഡോക്യുമെൻറ്റേഷൻ വായിക്കേണ്ടി വന്നു. അങ്ങനെ കുറേയൊക്കെ പോകേണ്ടി വന്നു. എന്തായാലും കുറേ എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ അറിയാം, എനിക്കിപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു സൊല്യൂഷൻ തരാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചർ ഞാനിപ്പോൾ സെറ്റ് ചെയ്തത് 1.5 ദിവസം കൊണ്ടാണെങ്കിൽ എനിക്ക് പറഞ്ഞു തരാൻ എനിക്ക് 10 മിനിറ്റ് മതി. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. എൻ്റെ ഡയഗ്രാം വരെ ഡോക്യുമെൻറ്റേഷൻ വരെ പക്കയാണ്. സോ ഇന്ന് ഞാൻ പറയാനിരുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ കാര്യം എനിക്ക് പിന്നെ പറയാൻ പറ്റില്ല. കാരണം എക്സൈറ്റ്മെൻറ്റ് അത്രയുണ്ട്. ഞാൻ ഇപ്പോഴും പുറത്ത് വന്നിരിക്കുക എന്ന് വെച്ചാൽ ഇന്ന് ഫുഡ് പുറത്ത് പോയി കഴിക്കാമെന്ന് വെച്ചിരിക്കുക. കാരണം ഇന്നലെ ഫുള്ളിനകത്തായിരുന്നു. ഐ നീഡ് ടു ബ്രീത്ത് സം ഫ്രഷ് എയർ. അപ്പം ഇന്ന് പറയണം, അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ പറയത്തില്ല. സോ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. എൻ്റെ കാണാനൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം ഞാനെപ്പോഴും പറയുന്നത്, നിങ്ങൾ എഫേർട്ട് ഇടാൻ സമയം റെഡിയാണെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ ഹെൽപ്പ് യു. അതെൻ്റെ കോഴ്സ് എടുക്കണമെന്നോ അതൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഗൈഡൻസ് ആണെങ്കിൽ തന്നെയും ഇപ്പം ലോജിക് ബിൽഡ് ചെയ്യുന്നതിനെ കുറിച്ച് ഒരുപാട് ചോദിച്ചു. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ മനസ്സിലായിട്ടൊന്നും എനിക്കറിയത്തില്ല. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, ഇപ്പോഴും ഞാൻ പറയുന്നത് ലോജിക് ബിൽഡ് ചെയ്യലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നിട്ട് മാത്രമേ അടുത്തേക്ക് പോകാൻ പാടുള്ളൂ. ഇപ്പോഴും ഞങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ പൈത്തണിലുള്ള ഒരു ജാങ്കോ ഫ്രെയിംവർക്കിനകത്തൊരു സ്റ്റാൻഡർഡൈസേഷൻ്റെ ഫീച്ചറിൻ്റെ പുറകിലാണ് ഞങ്ങളിപ്പം. എന്ന് വെച്ചാൽ അതിനി ഞങ്ങൾ ഗ്ലോബലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് മാറ്റുക, ഫ്രെയിംവർക്കൊക്കെ മാറ്റുക. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ഐ വിൽ വർക്ക് വിത്ത് ദ ഡെവലപ്പർ ആൻഡ് ദെൻ വി വിൽ ഡിപ്ലോയ് ഇറ്റ് സൂൺ. സോ ഒരുപാട് സമയമായി ഞാൻ പെട്ടെന്ന് തീരുമെന്ന് വിചാരിച്ചാണ്. പക്ഷേ കഥ പറഞ്ഞു പോകുകയാണെങ്കിൽ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ പോഡ്കാസ്റ്റൊക്കെ ചെയ്യാൻ വെച്ച സാധനമാണ്. അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നത് ബാക്ക് ബെഞ്ചേഴ്സ് എന്തുകൊണ്ട് ജീവിതത്തിൽ വിജയിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് റിസ്ക് എടുക്കാൻ ഒരുപാട് സാധ്യതകളുണ്ട്. എൻ്റെ വാക്കതാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പം ഞാനിരിക്കുന്ന സേഫ് സോണിലാണ്, കമ്പനിയുണ്ട്. ഈ സേഫ് സോണിൽ ഇരിക്കുന്ന ഞാൻ ഇപ്പം ഞാൻ ഒരിക്കലും പറയത്തില്ല ഇനി കമ്പനി ഇറങ്ങിപ്പോകണമെന്ന്. പക്ഷേ എന്നിരുന്നാൽ മറ്റൊരു സാഹചര്യം വേണം. കമ്പനിയുടെ അടുത്ത് പറയണം ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ വഴിയില്ല. അപ്പം ഞാൻ ചിന്തിക്കും ഐ നീഡ് ടു ഡു സംതിങ് എൽസ്. അപ്പം ഞാൻ വിചാരിക്കും എനിക്ക് കമ്പനി തുടങ്ങാം, അല്ലെങ്കിൽ പുതിയൊരു വരുമാന മാർഗ്ഗം വേണം തോന്നുമ്പോഴാണ് ഞാൻ പിന്നീട് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. എന്ന് പറഞ്ഞതുപോലെ ബാക്ക് ബെഞ്ചേഴ്സിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ തഴഞ്ഞ് ജീവിതത്തിൽ ഇനി വേറെ വഴിയൊന്നുമില്ലാന്ന് തോന്നുമ്പോൾ സോ ദേ സ്റ്റാർട്ട് ഡൂയിങ് ദെംസെൽഫ് അല്ലേ. അപ്പോഴാണ് അവർ പുതിയ ജോലിക്ക് നോക്കുന്നത്. അപ്പോൾ അവർ ബിസിനസ്സിലേക്ക് പോകും, ചിലപ്പം ചായക്കച്ചവടം നടക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ. നാണക്കേടില്ല, എനിക്ക് മറ്റുള്ളവരെയൊന്നും പ്രൂവ് ചെയ്യാനില്ല എന്ന് തോന്നുന്ന സമയത്താണ് യു സ്റ്റാർട്ട് ലിവിങ്. അപ്പോഴാണ് നിങ്ങളുടേതായ കഴിവുകൾ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഓരൊക്കെ കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെടാൻ അവർക്കൊരു അവസരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് സേഫ് സോൺ ഉണ്ടാവാതിരിക്കലാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ പറയുന്നത് ഇലോൺ മസ്കിൻ്റെ കേസിലാണെങ്കിൽ നിങ്ങൾ പറഞ്ഞത് പാഷൻ്റെ പുറകിലാണ് പോകുന്നത്. അല്ലാതെ നമുക്ക് ഇന്ന കാര്യം ഒരു പൈസയുടെ പുറകിലൊന്നുമല്ല പോകുന്നത്. അപ്പം നിങ്ങൾ യു സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ് എന്ന് പറഞ്ഞ പോലെ നിങ്ങളെപ്പോഴും ചാലഞ്ചസ് എടുക്കാൻ നോക്കുക. സേഫായിട്ടിരിക്കുന്നത് ഞാനും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പയ്യെ ബ്രേക്ക് ചെയ്യാൻ തോന്നുന്നത്. എന്ന് വെച്ചാൽ എൻ്റെ കയ്യിലുള്ള പൈസ പൊട്ടിച്ചാൽ എനിക്ക് പിന്നെ പൈസ വേണമെന്നുള്ള ആഗ്രഹം വരും. അങ്ങനെ ഒരു തോട്ടിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ ഇരുന്ന് പോകും, എൻ്റെ ഐഡിയ എന്ന് തുരുമ്പിച്ചു പോകും. സോ ദാറ്റ്സ് മൈ അഡ്വൈസ് ഒന്നുമല്ല, ദാറ്റ്സ് മൈ ഒപ്പീനിയൻ. ആൻഡ് നാളെ നമുക്കൊരു എൻജിനെക്സിൻ്റെ ക്ലാസ്സിലേക്ക് പോകാം. എൻജിനെക്സിൻ്റെ സ്ട്രക്ചറിൽ പറഞ്ഞിട്ട് സോ വി ക്യാൻ ഇന്നത്തെ സെഷൻ ഇത് സെഷനൊന്നുമല്ല, ജസ്റ്റ് ഇത് കണ്ടാൽ മതി. എനിക്ക് ക്ലാസ് കിട്ടുന്നതിനെക്കാട്ടി ഏറ്റവും ബെറ്റർ ആയിരിക്കും ഈ പറഞ്ഞ മോട്ടിവേഷൻ കോട്ട്സ്. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച് ആൻഡ് സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.